ഹലോ ഓൾ, വെൽക്കം ടു IC അക്കാഡമി. നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ രണ്ടാമത്തെ സെഷനിലേക്ക് കിടക്കുന്നത്. ഓക്കെ അല്ലേ? ഓവർസിയർ എക്സാംസിൽ സ്ഥിരം കണ്ടുവരുന്ന സർവേയിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു വീഡിയോ സെഷൻ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഈ ഒരു വീഡിയോ സെഷനിലേക്ക് വരിക. ഓക്കെ, ഇവിടെയും നമ്മൾ അടുത്ത 50 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻ നമ്പർ 1. ഓവർസിയർ എക്സാമുകളിൽ നമുക്ക് സ്ഥിരം കണ്ടുവരുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വരാൻ ചാൻസസ് ഉള്ള ആ ഒരു ലെവൽ ഓഫ് എക്സാംസിൽ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ ഈ വീഡിയോയുടെ ഉദ്ദേശം നിങ്ങൾ ക്വസ്റ്റ്യനുകളിലൂടെ കടന്നു പോവുക. കുറേ തിയറി ഇരുന്ന് വെറും തിയറി മാത്രം പഠിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടത് ഡൂയിങ് മോർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോവുക, അതിലൂടെ കാര്യങ്ങൾ പഠിക്കുക. ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക മീൻസ് ക്വസ്റ്റ്യൻസിലൂടെ നമ്മുടെ എന്താണ് സിലബസും ടോപ്പിക്കും കവർ ചെയ്യാൻ നോക്കുക. യെസ്, വെറും തിയറി പഠിക്കാതെ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1 ഈസ് ദ ഹോൾ സർക്കിൾ ബിയറിംഗ് ഓഫ് എ ലൈൻ ഒബ്സർവ്ഡ് ബൈ എ പ്രിസ്മാറ്റിക് കോമ്പസ്. നമുക്കറിയാം പ്രിസ്മാറ്റിക് കോമ്പസിൽ എന്ത് മാത്രമേ കിട്ടുള്ളൂ? ഹോൾ സർക്കിൾ ബിയറിംഗേ കിട്ടുള്ളൂ അല്ലേ? നമ്മളിപ്പോൾ തൊട്ട് മുമ്പത്തെ സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയായിരുന്നു അതിൻ്റെ ലീസ് കൗണ്ട്, അതിൻ്റെ ഗ്രാജുവേഷൻ എങ്ങനെയാണ്, അതിലെടുക്കുന്ന റീഡിംഗ് ഏതാണെന്നൊക്കെ നമ്മൾ സപ്പോർട്ട് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. യെസ്, പ്രിസ്മാറ്റിക് കോമ്പസിൽ നമുക്ക് ഹോൾ സർക്കിൾ ബിയറിംഗ് കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 110 ഡിഗ്രിയാണ് അല്ലേ? അതിൻ്റെ കറസ്പോണ്ടിങ് ഇറ്റ്സ് ബിയറിംഗ് റെഡ് ഓൺ സർവേസ് കോമ്പസ് എന്ന് വെച്ചാൽ സർവേസ് കോമ്പസിൽ കിട്ടുന്നത് ഏതാണ്? റെഡ്യൂസ്ഡ് ബിയറിംഗ് ആണ് അല്ലേ? അല്ലെങ്കിൽ കോർഡിനേറ്റ് സിസ്റ്റം ബിയറിംഗ് എന്ന് പറയും. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ നോർത്ത് സൗത്ത്, ദിസ് ഈസ് അവർ ഈസ്റ്റ് വെസ്റ്റ്. എത്രയാണ് ആംഗിൾ? 110 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈൻ എവിടെ വരിക? സോ ലെറ്റ്സ് സേ ദിസ് ഇസ് ലൈൻ AB. തീർച്ചയായിട്ടും രണ്ടാമത്തെ ക്വാഡ്രന്റാണ് വരിക അല്ലേ? ദിസ് ആംഗിൾ വിൽ ബി 110 ഡിഗ്രി എന്നാണ് തന്നിട്ടുള്ളത്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇതേ ലൈനിൻ്റെ റെഡ്യൂസ്ഡ് ബിയറിംഗ് എത്രയെന്നാണ്. നമുക്കറിയാം റെഡ്യൂസ്ഡ് ബിയറിംഗ് ഈസ് നിയർ ബൈ മെയിൻ ആക്സിസ് ആണ് അല്ലെ? ഈ ആംഗിളാണ് ഉണ്ടാവുക. ദിസ് ആംഗിൾ എത്രയായിരിക്കും? ദാറ്റ് വിൽ ബി ഈക്വൽ ടു 180 മൈനസ് 110, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 70 ഡിഗ്രി ആയിരിക്കും. അതും എവിടെ നിന്നാണ്? ഈ ഏരോ മാർക്ക് നിങ്ങൾ നിർബന്ധമായിട്ട് ഇടണം അല്ലേ? സൗത്ത് നിന്നല്ലേ നമ്മൾ തുടങ്ങുന്നത്? സൗത്ത് നിന്ന് ഈസ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ ആംഗിൾ വിൽ ബി എന്തായിരിക്കും? സൗത്ത് 70 ഡിഗ്രി ഈസ്റ്റ് ആയിരിക്കും. സൗത്ത് 70 ഡിഗ്രി ഈസ്റ്റ് ആയിരിക്കും. ഓപ്ഷൻ ഡി ഈസ് ആൻസർ. ഓക്കെ അല്ലേ? സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ വരച്ച് തന്നെ ചെയ്യാം. ഓക്കെ അല്ലേ? യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 2, ദ റെഡ്യൂസ്ഡ് ബിയറിംഗ് ഓഫ് എ ലൈൻ ഈസ് നോർത്ത് 85 ഡിഗ്രി വെസ്റ്റ് ആണ്. നോർത്ത് 85 ഡിഗ്രി വെസ്റ്റ് ആണ്. വാട്ട് ഈസ് ദ ഹോൾ സർക്കിൾ ബിയറിംഗ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ഇതാണ് നമ്മുടെ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ആണിത്. ലൈൻ ഇപ്പോൾ എവിടെയുള്ളത്? നോർത്ത് വെസ്റ്റ് ക്വാഡ്രന്റിലാണ് അല്ലേ? നോർത്ത് വെസ്റ്റ് ക്വാഡ്രന്റാണ്. സോ ലൈൻ വിൽ ബി സംവെയർ ഹിയർ. ഇതാണ് ലൈൻ AB. തന്നിരിക്കുന്ന റെഡ്യൂസ്ഡ് ബിയറിംഗ് ആണ്. സോ ഐദർ ഫ്രം ദ നോർത്ത് ഓർ ദ സൗത്ത് ആണ് അല്ല. ഈ ലൈൻ ABക്ക് അടുത്ത് ഇപ്പോൾ ഏതാണുള്ളത്? നോർത്താണുള്ളത്. ഈ ലൈൻ ABയുടെ തൊട്ടടുത്ത് നോർത്താണുള്ളത്. സോ വി ഹാവ് ടു സ്റ്റാർട്ട് ദ മെഷർമെൻറ്റ് ഫ്രം ദ നോർത്ത് ടുവേർഡ്സ് ദ ലൈൻ. ഏരോ മാർക്ക് ചെയ്യുക. ഓക്കെ അല്ലേ? ഏരോ മാർക്ക് ചെയ്യണം. യെസ്, ദാറ്റ് ആംഗിൾ ഈസ് 85 ഡിഗ്രിയാണ്. 85 ഡിഗ്രിയാണ് ഉള്ളത്. വാട്ട് ഈസ് ഹോൾ സർക്കിൾ ബിയറിംഗ്? ഹോൾ സർക്കിൾ ബിയറിൻ്റെ പ്രത്യേകത എന്താണ്? എപ്പോഴും നോർത്ത് നിന്നായേ തുടങ്ങുള്ളൂ ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ ഈ കാണുന്ന ഇത്രയും ആംഗിൾ ആയിരിക്കും. സോ ദാറ്റ് വിൽ ബി 360 ഡിഗ്രി മൈനസ് 85 ഡിഗ്രി ആയിരിക്കും. ഇതിൻ്റെ ഓപ്ഷൻ നോക്കി ഏതാണുള്ളത്? യെസ്, ഓൺലി ഓപ്ഷൻ 275 അല്ലെ? കുറച്ചാൽ നമുക്ക് അത്ര കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കിയേ, ദ ഫസ്റ്റ് സ്റ്റാഫ് റീഡിംഗ് ആഫ്റ്റർ ദ ലെവൽ ഹാസ് ബീൻ മൂവ്ഡ് ടു എ ന്യൂ പൊസിഷൻ. അതിന് നമ്മൾ എന്ത് പറയും? ബാക്ക് സൈഡ് എന്ന് പറയും അല്ലേ? നമുക്ക് ലെവലിങ്ങിലെ ബേസിക് ടൈംസ് ആണ്. ഒരു ഇൻസ്ട്രുമെന്റ് സ്റ്റേഷനിൽ നിന്നും ആദ്യം എടുക്കുന്ന റീഡിങ്ങിനെ ബാക്ക് സൈറ്റ് എന്നും, ഏറ്റവും അവസാനം എടുക്കുന്ന റീഡിങ്ങിനെ ഫോർ സൈറ്റ് എന്നും, ഫോർ സൈറ്റിനും ബാക്ക് സൈറ്റിനും ഇടയിൽ എടുക്കുന്ന റീഡിങ്ങിനെ നമ്മൾ ഇന്റർമീഡിയറ്റ് സൈറ്റ് എന്നും പറയാറുണ്ട്. യെസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് ട്രൂ. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ കറക്റ്റ് വായിക്കണം. നോട്ട് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? സോ നമുക്ക് ലെവലിങ്ങിലെ ജസ്റ്റ് ഒരു പോയിന്റ് നോക്കാം. നോക്കിയേ, വി ഹാവ് ടു ലെവൽ. ഇങ്ങനെ ഒരു ഗ്രൗണ്ട് ലെവലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? പല പോയിന്റിലും ലെവൽ കണ്ടുപിടിക്കേണ്ടത്. യെസ്, ഓക്കെ അല്ലേ? ഓവർ ദിസ് സ്റ്റേഷൻ വി ആർ ഹാവിങ് എ ബെഞ്ച് മാർക്ക്. ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണോ? മീൻ സി ലെവലിൽ നിന്നും, ലെറ്റ്സ് സേ ദിസ് ഈസ് മീൻ സി ലെവൽ. നമുക്ക് ഈ ഒരു പോയിന്റിൻ്റെ എന്തറിയാം? ഹൈറ്റ് അറിയാം. ലെറ്റ്സ് സേ ദാറ്റ് ഈസ് 100 മീറ്റർ ആണ്. 100 മീറ്റർ ആണ്. ഓക്കെ അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം ഇൻസ്ട്രുമെൻറ്റ് ഇവിടെ പോലെ വെക്കും. ഓക്കെ, സോ വി ആർ ടേക്കിംഗ് ദ ഇൻസ്ട്രുമെൻറ്റ്. നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് ഇതാണ് നമ്മുടെ ലെവലിംഗ് ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? ആൻഡ് ഇതാണ് ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ A. ആദ്യം നമ്മൾ എവിടെയാണ് സ്റ്റാഫ് റീഡിംഗ് എടുക്കേണ്ടത്? ടു ദ പോയിന്റ് വേർ എലിവേഷൻ ഈസ് നോൺ ടു അസ് അല്ലേ? നമുക്ക് അറിയാവുന്ന എലിവേഷൻ അറിയാവുന്ന പോയിന്റ്, അതിനെ ബെഞ്ച് മാർക്ക് എന്ന് പറയും. സോ നമ്മൾ ആദ്യം സ്റ്റാഫ് ഇവിടെ വെച്ചിട്ടുണ്ട് അല്ലേ? ലെവലിംഗ് സ്റ്റാഫ് ഉണ്ട്, ലെവലിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. ഫസ്റ്റ് റീഡിംഗ് എടുക്കേണ്ടത് ടു ദ പോയിന്റ് ഹൂസ് എലിവേഷൻ ഈസ് നോൺ ടു അസ്. യെസ്, ഇതാണ് നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന റീഡിംഗ്. ഇതിനെ നമ്മൾ എന്ത് പറയും? ബാക്ക് സൈറ്റ് എന്ന് പറയും. ഓക്കെ അല്ലേ? ബാക്ക് സൈറ്റ് എന്ന് പറയും. ഓക്കെ അല്ലേ? എന്താണ് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ്? വാട്ട് ഈസ് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഹൈറ്റ് ഓഫ് ലൈൻ ഓഫ് സൈറ്റ് ആണ് അല്ലേ? ഹൈറ്റ് ഓഫ് ലൈൻ ഓഫ് സൈറ്റ് ആണ്. ലൈൻ ഓഫ് സൈറ്റ് LOS. ഇതൊക്കെയാണ് ഇത്
ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത്. സോ ഈ പോയിരിക്കുന്ന സാധനമാണ് അല്ലേ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഹൈറ്റിനാണ് നമ്മൾ എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിയേ, യെസ് എത്രയാണ് ഈ ഒരു ഫിഗറിൽ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് എത്രയായിരിക്കും? യെസ് മീൻ സീ ലെവലിൽ നിന്നും ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് എത്രയാണ്? അല്ലെ മീൻ സീ ലെവലിൽ നിന്നും ഈ പോയിന്റിലേക്ക് അല്ലെ ബെഞ്ച് മാർക്കിലേക്ക് എത്രയാണ്? 100 മീറ്റർ ആണ്. ലെറ്റ്സ് സേ നമുക്ക് കിട്ടിയ ബാക്ക് സൈഡ് റീഡിംഗ് 3 മീറ്റർ ആണ്. ലെവലിംഗ് സ്റ്റാഫിൽ നമുക്ക് കിട്ടിയ ബാക്ക് സൈഡ് റീഡിംഗ് 3 മീറ്റർ ആണെങ്കിൽ എത്രയായിരിക്കണോ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ്? 100 + 3 ആയിരിക്കില്ലേ? 100 + 3 ആയിരിക്കില്ലേ? ദാറ്റ് ഈസ് ഈക്വൽ 103. അതായത് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് ഈസ് ഈക്വൽ എന്താണ്? 100 ബെഞ്ച് മാർക്ക് ഓർ നോൺ റെഡ്യൂസ് ലെവൽ എന്നല്ലേ? പ്ലസ് എന്തായിരിക്കും? എപ്പോഴും ബാക്ക് സൈഡ് ആയിരിക്കും. ബാക്ക് സൈഡ് ആണ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ലെറ്റ്സ് സേ നമുക്ക് ഇവിടെ മറ്റൊരു സ്റ്റാഫ് ഉണ്ട്. സോ ലെവലിംഗ് ഓപ്പറേഷൻ വളരെ സിമ്പിൾ ആയിട്ട് കാണിക്കുകയാണ്. ലെറ്റ്സ് സേ രണ്ടാമത്തെ പോയിന്റ് ആണിത്. ആ പോയിന്റിൽ നമ്മൾ എന്ത് വെച്ചിട്ടുണ്ട്? ഒരു സ്റ്റാഫ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആൻഡ് ലെറ്റ്സ് സേ ഇവിടെ കിട്ടിയ റീഡിംഗ് ലെറ്റ്സ് സേ ദാറ്റ് ഇന്റർമീഡിയറ്റ് സൈറ്റ് ആണെന്ന് വെച്ചോ. ലെറ്റ്സ് സേ ഇന്റർമീഡിയറ്റ് സൈറ്റ് ആണ്. 2 മീറ്റർ എന്ന് പറയുന്ന സ്റ്റാഫ് റീഡിംഗ് കിട്ടി. ഓക്കെ അല്ലേ? നമുക്കറിയാം ഓൾറെഡി എത്രയാണ് ഇതിന്റെ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ്? 103 ആണ്. സോ എത്രയായിരിക്കും റെഡ്യൂസ് ലെവൽ ഓഫ് 0.2? യെസ് എത്രയാണ്? ഈ ലെവൽ എത്രയാണ്? 103 ആണ്. ആൻഡ് 0.2ലേക്കുള്ള ദൂരം എത്രയാണ്? 103 നിന്നും 2 കുറയ്ക്കുക. സോ ദിസ് വിൽ ബി 103 - 2 ദാറ്റ് വിൽ ബി ഈക്വൽ എന്തായിരിക്കും? 101 മീറ്റർ. അതായത് റെഡ്യൂസ് ലെവൽ ഓഫ് എനി പോയിന്റ് ഈസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് മൈനസ് അല്ലെ ഇത് ഇന്റർമീഡിയറ്റ് സൈറ്റ് ആണ്. അത് 4 സൈറ്റ് ആണെങ്കിൽ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് അല്ലേ? മൈനസ് എന്താണ്? ഇന്റർമീഡിയറ്റ് സൈറ്റ് ഓർ 4 സൈറ്റ് ആണ്. ഓക്കെ അല്ലേ? സോ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യു ഹാവ് ടു ആഡ് ബാക്ക് സൈഡ്. എപ്പോഴും ബാക്ക് സൈഡിന്റെ ഉദ്ദേശം എന്താണ്? ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ യു ആഡ് ബാക്ക് സൈഡ് വിത്ത് ദ നോൺ റെഡ്യൂസ് ലെവൽ ഓർ ദ ബെഞ്ച് മാർക്ക്, യു ഗെറ്റ് ദ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ്. ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റിൽ നിന്നും ഒന്നെങ്കിൽ ഇന്റർമീഡിയറ്റ് സൈറ്റോ അല്ലെങ്കിൽ 4 സൈറ്റോ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് റെഡ്യൂസ് ലെവൽ കിട്ടും. സോ ഈ ഇക്വേഷൻ ഇങ്ങനെ തന്നെ പഠിക്കുക. ഇത് 1-2 തവണ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ അല്ലേ? സോ നിങ്ങൾ നോക്കിയേ, ബാക്ക് സൈഡ് പ്ലസ് ഇവിടെ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ബാക്ക് സൈഡ് പ്ലസ് റെഡ്യൂസ് ലെവൽ ശരിയാണത് അല്ലേ? റെഡ്യൂസ് ലെവലിനോട് ബാക്ക് സൈഡ് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് കിട്ടും. അതായത് ബാക്ക് സൈഡിന്റെ ഉദ്ദേശം എന്ത് തന്നെയാണ്? ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻ ബി നോക്കിയേ, ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് മൈനസ് 4 സൈഡ് യെസ് റെഡ്യൂസ് ലെവൽ കിട്ടും. ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് മൈനസ് ഇന്റർമീഡിയറ്റ് സൈഡ് യെസ് റെഡ്യൂസ് ലെവൽ കിട്ടും. ബാക്ക് സൈഡ് പ്ലസ് 4 സൈഡ് കിട്ടില്ല. ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. ചോദിച്ചിരിക്കുന്നത് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ എന്നാണ്. യെസ് ഈ ഇക്വേഷൻ എഴുതിയിരിക്കണം. ഓക്കെ അല്ലേ? ഈ ഫിഗർ വളരെ സിമ്പിൾ ആയിട്ടാണ് ലെവലിംഗ് കാണിച്ചിരിക്കുന്നത്. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The surveying in which curvature of the earth is taken into account. Yes അല്ല 2 ടൈപ്പ് സർവേ ഉണ്ട് ബേസ്ഡ് ഓൺ ആക്യുറസി. ഒന്ന് പ്ലെയിൻ സർവേ ആണ്, ഒന്ന് ജിയോഡറ്റിക് സർവേ ആണ്. പ്ലെയിൻ സർവേയിൽ കർവേച്ചർ ഓഫ് ദ എർത്ത് ഈസ് നോട്ട് കൺസിഡേർഡ്. ജിയോഡറ്റിക് സർവേയിൽ കർവേച്ചർ ഓഫ് ദ എർത്ത് ഈസ് കൺസിഡേർഡ്. സോ ഏതാണ് മോർ ആക്യുറേറ്റ്? തീർച്ചയായിട്ടും ജിയോഡറ്റിക് സർവേ ആണ്. ഓക്കെ അല്ലേ? സോ ദ സർവേ ഇൻ വിച്ച് കർവേച്ചർ ഈസ് കൺസിഡേർഡ് ദാറ്റ് ഈസ് ടേംഡ് ആസ് ജിയോഡറ്റിക് സർവേ. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ആക്യുറേറ്റ് സർവേ എന്നും ചോദിക്കാറുണ്ട് അല്ലേ? ഇവിടെ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റൻ എന്താണ്? പ്ലെയിൻ സർവേയുടെ ഏരിയ ലിമിറ്റ് എത്രയാണ്? പ്ലെയിൻ സർവേ ഷുഡ് ബി ഇൻ ബിറ്റ്വീൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 250 km² ആണ് അല്ലെ? 250 km² വരെയുള്ള ഏരിയയ്ക്കുള്ളിൽ നിങ്ങൾ ചെയ്യുന്ന സർവേനെ നമ്മൾ എന്ത് പറയും? പ്ലെയിൻ സർവേ എന്ന് പറയും. 250 km² കൂടുതലായി കഴിഞ്ഞാലോ വി ഹാവ് ടു കൺസിഡർ ദ കർവേച്ചർ. ഓക്കെ അല്ലേ? 250 km² ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ 250 km² കൂടുതൽ ഏരിയ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കർവേച്ചർ നമ്മൾ കൺസിഡർ ചെയ്തേ പറ്റൂ. അതായത് പ്ലെയിൻ സർവേയുടെ ഏരിയ ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 250 km² ആണ്. എപ്പോഴും ചോദിക്കാറുണ്ട്. യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 6. If h is the difference in the height between end points of a chain of length L, the required slope correction അല്ലെ? സ്ലോപ്പ് കറക്ഷൻ ആണ്. നിങ്ങൾ നോക്കിയാൽ we are having a sloping profile like this. This point is A, this point is B. ഓക്കെ അല്ലേ? ആക്ച്വലി ഈ എയും ബിയും തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് ഈ വരച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് അലോങ് സി. AC ആയിരുന്നു നമുക്ക് മെഷർ ചെയ്യേണ്ടിരുന്നത്. പക്ഷേ ഇവിടെ സ്ലോപ്പ് ഉള്ളത് കൊണ്ട് നമുക്ക് AB-യിലൂടെ മെഷർ ചെയ്യാനേ വകുപ്പുള്ളൂ. ആൻഡ് ബിയും സിയും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് എത്രയാണ്? ലെറ്റ്സ് സേ H ആണ്. ആൻഡ് നമുക്ക് ഇതിലൂടെ ചെയിൻ ലേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ചെയിൻ നമുക്ക് ഇതിലൂടെ അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. സോ ദിസ് ഈസ് എ ലെങ്ത് ഓഫ് ദ ചെയിൻ. ആക്ച്വലി നമ്മൾ ഏത് മെഷർ ചെയ്യേണ്ടിയിരുന്നു? വി ഷുഡ് ഹാവ് മെഷേർഡ് L ആണ്. നമ്മൾ AC-യിലൂടെ മെഷർ ചെയ്യേണ്ടിയിരുന്നു. പക്ഷേ നമുക്കിപ്പോൾ AB-യിലൂടെ മെഷർ ചെയ്യാനേ വകുപ്പുള്ളൂ. കാരണം അവിടെ ഒരു സ്ലോപ്പിംഗ് ഗ്രൗണ്ട് ആണ്. ആക്ച്വലി എയും ബിയും തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? AC ആണ് അല്ലേ? ആൻഡ് ആ ഡിഫറൻസ് എത്രയാണ്? H ആണ്. അങ്ങനെയാണെങ്കിൽ കറക്ഷൻ ഫോർ സ്ലോപ്പ് ഈസ് ഓൾവേസ് നെഗറ്റീവ് ആണ്. CS is given by minus h² divided by 2L0. 2L0 ആണ്. ഓൾസോ CS is equal to എന്തും കൂടി ഉണ്ട്? -L0 × 1 - cos θ കൂടി ഉണ്ട്.
Yes, remember all both this formula. Both this formula are same. Okay? Yes, what is theta? Theta is this angle. Theta is this angle. Yes, the answer will be എന്തായിരിക്കും s square divided by 2l. s square divided by 2l. Yes, അതിൻ്റെ ഒരു application ആണ് അടുത്ത question നോക്കിയേ. If a 30-meter chain diverges a perpendicular distance d from the correct alignment. Okay, diverges a perpendicular distance d from the correct alignment. Then the error. അല്ലേ? ആ question നോക്കിയേ. നമ്മൾ ശരിക്കും എ സിയിലൂടെ മെഷർ ചെയ്യേണ്ടിയിരുന്നു. പക്ഷേ നമുക്ക് എച്ച് എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഡൈവേർജൻസ് വന്നിട്ടുണ്ട്. കാരണം ഇവിടെ സ്ലോപ്പ് ഇങ്ങനെയാണ്. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് വി ആർ ഡൈവേർജിങ് എ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എച്ച് ഫ്രം ദ കറക്റ്റ് അലൈൻമെന്റ്. അത് തന്നെയാണ് ഡയലോഗ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 30-meter chain diverges a perpendicular distance d from the correct alignment. Then the error will be എന്താണ്? d square divided by 2l naught അല്ലേ? എത്രയാണ് l naught ഇവിടെ? l naught 30 meter അല്ലേ? So that gives CS is equal to minus d square divided by 2 into 30. That is equal to d square divided by 60. Option D. Option D. Yes, minus ഇല്ല പക്ഷെ അങ്ങനെയാണ്. ഓക്കെ അല്ലേ? The survey which deals with the mapping of large water bodies. യെസ്, വാട്ടർ ബോഡിയിൽ കണ്ടക്ട് ചെയ്യുന്ന സർവേ ഏതാണ്? ദാറ്റ് ഈസ് ടേംഡ് ആസ് ഹൈഡ്രോഗ്രാഫിക് സർവേ ആണ്. ടോപ്പോഗ്രാഫിക് സർവേ നമുക്ക് ഊഹിച്ചാൽ അറിയാൻ പറ്റും. ആസ്ട്രോണമിക്കൽ സർവേ നമുക്ക് ഊഹിച്ചറിയാൻ പറ്റും. വാട്ട് ഈസ് കഡസ്ട്രൽ സർവേ? കഡസ്ട്രൽ സർവേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ എ ആണ് അല്ലേ? കഡസ്ട്രൽ സർവേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സർവേ കണ്ടക്ടഡ് ടു ഫൈൻഡ് ഔട്ട് ദ ലീഗൽ ബൗണ്ടറീസ് ഓഫ് പ്രോപ്പർട്ടീസ്. ലീഗൽ ബൗണ്ടറീസ് ഓഫ് പ്രോപ്പർട്ടീസ്. അതുകൊണ്ട് തന്നെ അതിനെ എന്തും പറയാറുണ്ട്? പബ്ലിക് ലാൻഡ് സർവേ എന്നും പറയാറുണ്ട്. Public land survey to establish the legal boundaries of the properties. Okay le? Yes, question number 9 നോക്കിയേ. The system of surveying in which sides of various triangles are measured directly in the field with a chain and no angular measurements are taken. No angular measurements are taken. Yes, that is termed as chain survey ആണ് അല്ലേ? പ്ലെയിൻ സർവേയിൽ നമ്മൾ ടേപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. കോമ്പസ് സർവേയിൽ ആംഗിൾ മെഷർ ചെയ്യുന്നുണ്ട്. തിയോഡൈൽ സർവേയിൽ ആംഗിൾ മാത്രമേ മെഷർ ചെയ്യുള്ളൂ അല്ലേ? വി ആർ മെഷറിംഗ് ദ linear measurement using chain and no angular measurement is taken. That is termed as chain survey. നമുക്കത് വായിച്ചാൽ മനസ്സിലാവും അല്ലേ? പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. പക്ഷെ വായിക്കുമ്പോൾ കറക്റ്റ് വായിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 10 നോക്കിയേ. If a measuring tape is too long ആണ് as standard length, then the error will be personal error, accidental തീർച്ചയായിട്ടും എന്താണ് അല്ലേ? ടേപ്പ് ടൂ ലോങ് എന്ന് പറയുമ്പോൾ ഇൻസ്ട്രുമെന്റിന്റെ കംപ്ലൈന്റ് അല്ലേ? ഇറ്റ് ഈസ് എൻ ഇൻസ്ട്രുമെന്റൽ എറർ. നിങ്ങൾ നോക്കിയേ, ഈ എറർ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? എറർ ഈസ് ദിസ് എറർ നെഗറ്റീവ് ഓർ പോസിറ്റീവ്? ഇങ്ങനെ നമ്മുടെ ടേപ്പ് ടൂ ലോങ് ആണെങ്കിൽ നോക്കിയേ, ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് 10 സെൻറ്റിമീറ്റർ. സ്റ്റാൻഡേർഡ് 10 സെൻറ്റിമീറ്റർ ആണ്. ലെറ്റ്സ് സേ ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് 10 സെൻറ്റിമീറ്റർ. ഓക്കെ അല്ലേ? സ്റ്റാൻഡേർഡ് ആണ്. സ്റ്റാൻഡേർഡ് 10 സെൻറ്റിമീറ്റർ ആണ് വരച്ചിരിക്കുന്നത്. ആൻഡ് ഇതിന് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടൂ ലോങ് ആയിട്ടുള്ള ടേപ്പ് യൂസ് ചെയ്യണം. ടൂ ലോങ് ആയിട്ടുള്ള ടേപ്പ് എന്ന് പറയുമ്പോൾ അതെന്ത് തന്നെയും വലിഞ്ഞ് മുറുകി കാണില്ലേ? അത് വലിഞ്ഞ് കാണില്ലേ അല്ലേ? അതിന് ഇലോങ്ങേഷൻ സംഭവിച്ചിട്ടുണ്ടാവും. അതായത് അതിൻ്റെ മെഷർമെൻറ്റ്സ് എല്ലാം ഇലോങ്ങേറ്റഡ് ആയിട്ടുണ്ടാവും. ഇതായിരിക്കും 0, പക്ഷേ ഇതിൻ്റെ 10 സെൻറ്റിമീറ്റർ ഇപ്പുറത്തെത്തിയിട്ടുണ്ടാവും അല്ലേ? ഇപ്പുറത്തെത്തിയില്ലേ? പക്ഷേ സ്റ്റാൻഡേർഡ് 10 സെൻറ്റിമീറ്റർ ഇത്രയേ ഉള്ളൂ. സോ ഇങ്ങനെ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ടേപ്പ് വെച്ച് നിങ്ങളൊരു സ്റ്റാൻഡേർഡ് ഡയമെൻഷൻ നിങ്ങൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയേ കിട്ടുള്ളൂ? 9 സെൻറ്റിമീറ്ററിലേ കിട്ടുള്ളൂ. 9 സെൻറ്റിമീറ്ററിലേ കിട്ടുള്ളൂ. ഇഫ് യു ആർ മെഷറിങ് ദ സ്റ്റാൻഡേർഡ് ഡിസ്റ്റൻസ് യൂസിങ് എൻ ഇലോങ്ങേറ്റഡ് അല്ലെങ്കിൽ ടൂ ലോങ് ടേപ്പ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉള്ളതിനേക്കാട്ടും കുറവല്ലേ കിട്ടുക? 10 സെൻറ്റിമീറ്റർ എന്ന് കിട്ടേണ്ടിയിരുന്നു. പക്ഷേ നിങ്ങൾ ബുക്കിൽ എന്താ എഴുതുക? 9 സെൻറ്റിമീറ്റർ എന്നേ എഴുതുള്ളൂ. ദാറ്റ് ഈസ് ഉള്ളതിനേക്കാട്ടും കുറവ്. ദാറ്റ് ഈസ് എറർ ഈസ് നെഗറ്റീവ് അല്ലേ? ഇത് ഇലോങ്ങേറ്റഡ് ആണ് ടേപ്പ്. ടേപ്പ് ഇലോങ്ങേറ്റ് ആയി കഴിഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ അങ്ങോട്ട് മാറി നിൽക്കില്ലേ? കാരണം എന്ത് ചെയ്തു? വലിഞ്ഞു. ഓക്കെ അല്ലേ? യെസ്. സോ എറർ നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ അങ്ങനെയല്ല ഓപ്ഷൻ ചോദിച്ചിരിക്കുന്നത്. എന്ത് ടൈപ്പ് എറർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ ആൻഡ് ബാക്ക് ബിയറിംഗ് ഓഫ് എ ലൈൻ whose end stations are free from local attraction അല്ലേ? ഡിഫറൻസ് എന്താണ്? എപ്പോഴും 180 ഡിഗ്രി ആണ്. ഫോർ ബിയറിംഗും ബാക്ക് ബിയറിംഗും നമ്മൾ പ്രീവിയസ് സെഷനിൽ വരച്ച് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കുക. ഓക്കെ? യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 12 നോക്കിയേ. ഇഫ് ദ ഫോർ ബിയറിംഗ് ഓഫ് ദ ലൈൻ ഈസ് ഒബ്സർവ് ടു ബി 20 ഡിഗ്രി 20 മിനിറ്റ്സ് ആണ്. ഫോർ ബിയറിംഗ് എത്രയാണ്? 20 ഡിഗ്രി 20 മിനിറ്റ് ആണെങ്കിൽ then its back bearing would be equal to, നമുക്കറിയാം എപ്പോഴും ബാക്ക് ബിയറിംഗ് മൈനസ് ഫോർ ബിയറിംഗ് ഈക്വൽ ടു 180 ഡിഗ്രി ആയിരിക്കും. ഓർ ഫോർ ബിയറിംഗ് മൈനസ് ബാക്ക് ബിയറിംഗ് ഈക്വൽ ടു 180 ഡിഗ്രി ആയിരിക്കും. ഇവിടെ തൽക്കാലം ഫോർ ബിയറിംഗ് ആണ് ചെറുത് അല്ലേ? സോ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? ഇത് നോക്കിയാം. സോ ബാക്ക് ബിയറിംഗ് മൈനസ് ഫോർ ബിയറിംഗ് വിച്ച് ഇസ് 20 ഡിഗ്രി 20 മിനിറ്റ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ആണ്. ദാറ്റ് ഈസ് ബാക്ക് ബിയറിംഗ് ഈസ് ഈക്വൽ ടു 180 പ്ലസ് 20 ഡിഗ്രി 20 മിനിറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 200 ഡിഗ്രി 20 മിനിറ്റ് എന്ന് വരും. ഓപ്ഷൻ ഡി ആണ്. അതായത്
നമുക്ക് തന്നിരിക്കുന്ന ബിയറിംഗ് 20 ഡിഗ്രി 20 മിനിറ്റ് അല്ലേ? ഇത് 180 കുറവല്ലേ? അല്ല, ഗിവൺ വാല്യൂ ഈസ് ലെസ് ദാൻ 180 ഡിഗ്രി, ദെൻ യു ആഡ് 180 ഡിഗ്രി. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? 180 ഡിഗ്രി ആഡ് ചെയ്തത്. ഇനി അതല്ല, ക്വസ്റ്റ്യനിൽ അവർ പറയാണ് 240 ഡിഗ്രി 20 മിനിറ്റ്സ് ആണ് എന്ത് ഫോർ ബിയറിംഗ് എങ്കിൽ ഓക്കെ, എങ്ങനെയാണ് ക്വസ്റ്റൻ എങ്കിൽ, അതായത് ഗിവൺ ബിയറിംഗ് ഈസ് മോർ ദാൻ 180 ഡിഗ്രി, ദെൻ ബാക്ക് ബിയറിംഗ് വിൽ ബി ഈക്വൽ ടു 240 മൈനസ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ? 180 ഡിഗ്രി മൈനസ് ചെയ്യുക. ദാറ്റ് ഈസ് ഗിവൺ ബിയറിംഗ് വാല്യൂ ലെസ് ദാൻ 180 ഡിഗ്രി ആണെങ്കിൽ യു ആഡ് 180 ഡിഗ്രി. ഗിവൺ ബിയറിംഗ് വാല്യൂ ഈസ് മോർ ദാൻ 180 ഡിഗ്രി ആണെങ്കിൽ യു സബ്സ്ട്രാക്ട് 180 ഡിഗ്രി. ഓക്കെ അല്ലേ? യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 13. ഇഫ് ദ ഒബ്സർവ്ഡ് ബാക്ക് ബിയറിംഗ് ഓഫ് ദ ലൈൻ ഈസ്, ബാക്ക് ബിയറിംഗ് ആണ് എത്രയാണ്? നോർത്ത് 60 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ് ആണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ ഫോർ ബിയറിംഗ് ആണ് വെച്ചിരിക്കുന്നത്. സോ ഇതേ ഫോർമാറ്റിൽ ആൻസർ വേണം. റെഡ്യൂസ്ഡ് ബിയറിംഗ്. നിങ്ങൾ നോക്കി ഒരു എക്സാമ്പിൾ പറയാം. ലൈൻ എ ബി ഈസ് ഗിവൺ, ഇത് ലൈൻ എ ബി ആണ്. ലൈൻ ബി എ ഈസ് ഗിവൺ. യെസ്, ശ്രദ്ധിക്കുക. ലൈൻ എ ബി ആണ് തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു കോർഡിനേറ്റ് സിസ്റ്റം വരച്ചിട്ട് ഇതിന്റെ സെന്ററിൽ എന്താ മാർക്ക് ചെയ്യേണ്ടത്? എ എന്ന് പറയുന്ന പോയിന്റ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. സോ ദിസ് വിൽ ബി ലൈൻ എ ബി. ഓക്കെ അല്ലേ? എ ബി എന്ന് പറയുമ്പോൾ എയിൽ വരണം എന്ത്? നമ്മുടെ കോർഡിനേറ്റിന്റെ സെന്റർ. ബി എ എന്ന് പറയുന്ന ലൈൻ വരുമ്പോൾ ബി വേണം എന്ത്? സെന്ററിൽ വരാൻ. ഓക്കെ അല്ലേ? സോ ദിസ് വിൽ ബി ലൈൻ എ ബി ആയിരിക്കും. ഓക്കെ അല്ലേ? സോ ബി എ എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? ബി ആയിരിക്കണം സെന്ററിൽ. സോ ദിസ് വിൽ ബി ദ ലൈൻ ബി എ. ഇസ് ദാറ്റ് ഓക്കെ? അതായത് ലൈൻ ഒ എ ആണ് പറയുന്നതെങ്കിൽ ഗിവൺ ലൈൻ ഒ എ എന്ന് പറയുമ്പോൾ നിങ്ങളെ കോർഡിനേറ്റിന്റെ സെന്ററിൽ എന്തായിരിക്കണം? ഒ ആയിരിക്കണം. ഓക്കെ അല്ലേ? ഗിവൺ ലൈൻ ഒ എ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് പറയുമ്പോൾ എവിടെ ഉണ്ടാവുക? ലൈൻ വിൽ ബി ദിസ് വിൽ ബി 60 ഡിഗ്രി. ഓക്കെ അല്ലേ? സംഭവം മനസ്സിലായില്ലേ? എ ബി പറയണമെങ്കിൽ എ ആണ് എന്ത് സെന്ററിൽ വരേണ്ടത്, ബി എ ആണ് പറയുന്നതെങ്കിൽ ബി സെന്ററിൽ വരണം. ലൈൻ എന്താണ്? ഡി സി തന്നു കഴിഞ്ഞാൽ ഡി ആയിരിക്കണം സെന്ററിൽ. ഓക്കെ അല്ലേ? യെസ്. നിങ്ങൾ നോക്കിയേ, ലൈൻ എ ബിയും ലൈൻ ബി എയും നമ്മൾ വരച്ചു. ഓക്കെ അല്ലേ? നോക്കിയേ, ലൈൻ ബി എ ആൻഡ് ലൈൻ എ ബി. സോ നമുക്ക് ക്വസ്റ്റ്യനുള്ള വാല്യൂ വെച്ചിട്ട് മാർക്ക് ചെയ്യാം. സോ ദിസ് വിൽ ബി വെരി അണ്ടർസ്റ്റാൻഡ്. നോക്കിയേ, ഇഫ് ദ ലൈൻ ഈസ്, ഇതാണ് നോർത്ത്, ദിസ് ഈസ് സൗത്ത്, ഇത് ഈസ്റ്റ് ആണ്, ഇത് വെസ്റ്റ് ആണ്. ഇഫ് ദ ബിയറിംഗ് ഓഫ് ദ ലൈൻ ഈസ് നോർത്ത് 60 ഡിഗ്രി ഈസ്റ്റ് ആണ്. സോ നോർത്ത് 60 ഡിഗ്രി, ദിസ് ഈസ് ലൈൻ എ ബി ആണ്. ലൈൻ എ ബി ഈസ് ഗിവൺ ആസ് നോർത്ത് 60 ഡിഗ്രി 60 മിനിറ്റ് ആണ്. 60 ഡിഗ്രി 30 മിനിറ്റ്സ് ആണെങ്കിൽ എ ആണ് എന്തിൽ വരേണ്ടത്? സെൻറ്ററിൽ വരേണ്ടത്. സോ നോർത്ത് ഈസ്റ്റ് അല്ലേ? ഇവിടെ വരും. ഏതാണ് ആംഗിൾ? ദിസ് ആംഗിൾ വിൽ ബി 60 ഡിഗ്രി 30 മിനിറ്റ് ആയിരിക്കും. ഇനി അതിൻ്റെ ബാക്ക് ബിയറിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ലൈൻ എ ബിയുടെ ബാക്ക് ബിയറിംഗ് എന്ന് പറയുന്നത് ബി എ അല്ലേ? സോ ബി എ എന്ന് പറയുമ്പോൾ ബി അല്ലേ സെൻറ്ററിൽ വരേണ്ടത്? സോ നമ്മൾ ബിയിൽ എന്ത് വരച്ചു? നോർത്ത് സൗത്ത് കോർഡിനേറ്റ് വരച്ചു. യെസ്, ഈസ്റ്റ് വരച്ചു. നിങ്ങൾ നോക്കിയേ എവിടെയാണ് നിങ്ങളുടെ ലൈൻ ഉള്ളത്? ബി എ എവിടെയുള്ളത്? സൗത്ത് വെസ്റ്റിലല്ലേ? അതായത് നോർത്ത് ഈസ്റ്റ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ബിയറിംഗ് എങ്കിൽ അതിൻ്റെ ബാക്ക് ബിയറിംഗ് കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നോർത്തിനെ മാറ്റി യു ജസ്റ്റ് കൺവേർട്ട് നോർത്ത് ഇൻറ്റു സൗത്ത് ആൻഡ് ഈസ്റ്റ് ഇൻറ്റു വെസ്റ്റ് ആണ്. ആംഗിൾ റിമെയിൻസ് സെയിം. സോ എന്തായിരിക്കും ആൻസർ? 60 ഡിഗ്രി 30 മിനിറ്റ് വെസ്റ്റ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ നോക്കിയേ, ഈ ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ അല്ലെ ഓപ്പോസിറ്റ് ആംഗിൾ സെയിം ആയിരിക്കും. 60 ഡിഗ്രി 30 മിനിറ്റ് ആയിരിക്കും. ഓക്കെ, എന്ത് ചെയ്താൽ മതി? റെഡ്യൂസ്ഡ് ബിയറിംഗ് ഫോർമാറ്റിലാണ് ഫോർ ബിയറിംഗ് ബാക്ക് ബിയറിംഗ് തന്നിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ നോർത്ത് മാറ്റി സൗത്ത് ആക്കുക, ഈസ്റ്റ് മാറ്റി വെസ്റ്റ് ആക്കുക. ഇനി സൗത്ത് വെസ്റ്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ സൗത്ത് മാറ്റി നോർത്ത് ആക്കുക, വെസ്റ്റ് മാറ്റി ഈസ്റ്റ് ആക്കുക. ഓക്കെ, ഉള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇടുക, സെയിം ആംഗിൾ. തന്നിരിക്കുന്ന ഡയറക്ഷൻസിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക വിത്ത് സെയിം ആംഗിൾ. സോ ആൻസർ എന്തായിരിക്കും? സൗത്ത് അല്ല, ഇത് നോർത്ത് ആയതുകൊണ്ട് സൗത്ത്, ഈസ്റ്റ് ആയതുകൊണ്ട് വെസ്റ്റ്, സെയിം ആംഗിൾ, ഓപ്ഷൻ ബി. യെസ്, ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 14 നോക്കിയേ. വേരിയേഷൻ ഇൻ ഡിക്ലിനേഷൻ ഡ്യൂ ടു മാഗ്നറ്റിക് സ്റ്റോം, എർത്ത് ക്യൂക്ക് ആൻഡ് അതർ സോളാർ ഇൻഫ്ലുവൻസസ് ആണ്. നമുക്കറിയാം, ഡിക്ലിനേഷൻ ഈസ് ദ ആംഗുലാർ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ ബിയറിംഗ് ആൻഡ് മാഗ്നറ്റിക് ബിയറിംഗ് വിച്ച് ചേഞ്ചസ് ഫ്രം പ്ലേസ് ടു പ്ലേസ് ആണ്. കാരണം മാഗ്നറ്റിക് ബിയറിംഗ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, മാഗ്നറ്റിക് മെറിഡിയൻ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ദാറ്റ് ഈസ് ഡിക്ലിനേഷൻ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ മെറിഡിയൻ ആൻഡ് മാഗ്നറ്റിക് മെറിഡിയൻ. ഓക്കെ അല്ലേ? ആൻഡ് അതിന് മാറ്റം വന്നുകൊണ്ടേയിരിക്കും. എന്തിന്? ഡിക്ലിനേഷന് ഈസ് മാറ്റം വരികയാണ് അബൌട്ട് 250 to 300 ഇയേഴ്സ് കൂടുമ്പോഴാണ് അല്ലേ, 250 to 300 വർഷങ്ങൾ കൂടുമ്പോഴാണ് ഡിക്ലിനേഷനിൽ മാറ്റം വരുന്നതെങ്കിൽ അതിനെ നമ്മൾ സെക്യുലർ വേരിയേഷൻ എന്ന് പറയും. ഓക്കെ അല്ലേ? ഡൈയൂർണൽ വേരിയേഷൻ എന്താണ്? ദ ഡേ ടു ഡേ വേരിയേഷൻ ഇൻ ദ ഡിക്ലിനേഷൻ, ദാറ്റ് ഈസ് ടേംഡ് ആസ് ഡൈയൂർണൽ വേരിയേഷൻ. ആനുവൽ വേരിയേഷൻ എന്തായിരിക്കണോ? ഇയർലി വേരിയേഷൻ ആണ് അല്ലേ? തീർച്ചയായിട്ടും ഇയർലി വേരിയേഷൻ ഓഫ് ഡിക്ലിനേഷൻ, അതിനെയാണ് നമ്മൾ എന്താ പറയുക? ആനുലാർ വേരിയേഷൻ. ഇറഗുലർ വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പെട്ടെന്നുണ്ടാകുന്ന വോൾക്കാനിക് ഇറപ്ഷൻ, പെട്ടെന്നുണ്ടാകുന്ന എർത്ത് ക്യുക്ക്, ഇതൊക്കെ കാരണം കൊണ്ട് ഉണ്ടാകുന്ന ഡിക്ലിനേഷനിലെ മാറ്റത്തിനെ നമ്മൾ എന്ത് പറയും? ഇറഗുലർ വേരിയേഷൻ എന്ന് പറയും. സോ ഓപ്ഷൻ എ ഈസ് ദ ആൻസർ. ഓപ്ഷൻ എ. ഓക്കെ അല്ലേ? യെസ്. ആ സെക്യുലർ വേരിയേഷൻ എത്രയാണ്? 250 to 300 ഇയേഴ്സ് എന്ന് പറയുന്ന പോയിന്റ് നോട്ട് ചെയ്യാം. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 15. ദ 2 point and 3 point പ്രോബ്ലം ആർ ദ മെത്തഡ് ഓഫ് ഏതാണ്? യെസ്, റിസെക്ഷൻ ആണ് അല്ലേ? റിസെക്ഷൻ ആണ് 3 point 2 point പ്രോബ്ലത്തിൽ ചോദിക്കാറുള്ളത്. സോറി, അതിൻ്റെ ബൈ മെത്തേഡ്സ് ആണ്. ആൻഡ് 2 point പ്രോബ്ലത്തിൽ ആൻഡ് 3 point പ്രോബ്ലത്തിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? ഇൻ ബിറ്റ്വീൻ 2 and 3 point പ്രോബ്ലം നമ്മൾ 3 point പ്രോബ്ലമാണ് പ്രിഫർ ചെയ്യുക. കാരണം 2 point പ്രോബ്ലം ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടുള്ള പ്രോസസ്സാണ്. ഇറ്റ് റിക്വയർസ് സ്കിൽഡ് ലാബേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് ടൈം ടേക്കൺ ആണ്. ഓക്കെ അല്ലേ? ടൈം ടേക്കൺ ആണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യില്ല? 2 point പ്രോബ്ലം പ്രിഫർ ചെയ്യില്ല. നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഏതാണ്? 3 point മെത്തേഡാണ്. ബിക്കോസ് ഇറ്റ് ഈസ് ഈസി ആൻഡ് ടൈം ലെസ് കൺസ്യൂമിംഗ് ആണ്. യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 16 നോക്കിയേ. ഇഫ് ദ കോണ്ടൂർ ലൈൻസ് ആർ ഈക്വലി സ്പേസ്. യെസ്, കോണ്ടൂർ നമ്മൾ കഴിഞ്ഞ വീഡിയോ സെഷനിൽ ക്വസ്റ്റ്യൻ സെഷനിൽ നമ്മൾ കറക്റ്റായിട്ട് വരച്ച് കാണിച്ചിട്ടുണ്ട് അല്ലേ? എങ്ങനെ നമുക്ക് കോണ്ടൂർ വരയ്ക്കാം? ഓക്കെ, എന്താണ് കോണ്ടൂർ ഇന്റർവൽ, എന്താണ് ഹൊറിസോണ്ടൽ ഇക്വലന്റ്, പ്രീവിയസ് സെഷൻ കാണാത്തവർക്കാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കോണ്ടൂർ ലൈൻസ് ആർ ഈക്വലി സ്പേസ്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇറ്റ് റെപ്രസെൻസ് എ യൂണിഫോം സ്ലോപ്പ് അല്ലേ? ഏതാണ്? ഈക്വലി സ്പേസ്ഡ് ആണെങ്കിൽ ഇറ്റ് റെപ്രസെൻസ് എ യൂണിഫോം സ്ലോപ്പ് ആണ്. ഇനി അതല്ല ക്ലോസ്ലി സ്പേസ്ഡ് ആണെങ്കിലോ? ക്ലോസ്ലി സ്പേസ്ഡ് ആണെങ്കിലോ? ക്ലോസ്ലി സ്പേസ്ഡ് ആണെങ്കിൽ ഇഫ് ദ കോണ്ടൂർ ലൈൻസ് ആർ ക്ലോസ്ലി, വളരെ വളരെ അടുത്തടുത്താണെങ്കിൽ അല്ലേ? നോക്കിയേ, ഇതൊരു കോണ്ടൂർ ലൈനാണ്. ഇതിന് തൊട്ടടുത്തായിട്ട് വളരെ അടുത്തായിട്ട് എന്തുണ്ട്? അടുത്ത കോണ്ടൂർ ലൈൻസ്. കോണ്ടൂർ ലൈൻസ് ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ. ആൻഡ് മറ്റേ എന്താവാം? കോണ്ടൂർ ലൈൻസ് ആർ വെരി വൈഡ് ടു ഈച്ച് അതർ. വെരി വൈഡ് ടു ഈച്ച് അതർ. സോ വെരി ക്ലോസ് ടു ഈച്ച് അതർ ആണെങ്കിൽ റെപ്രസെൻസ് എ സ്റ്റീപ്പ് സ്ലോപ്പ്. സ്റ്റീപ്പ് സ്ലോപ്പ്. ഇനി വൈഡ്ലി സ്പേസ് ആണെങ്കിലോ? വളരെ അകന്നകന്നാണെങ്കിലോ? അകന്നകന്നാണെങ്കിൽ ഇതെന്താണ്? ഓൾമോസ്റ്റ് എ ഫ്ലാറ്റ് സ്ലോപ്പ്. ഓൾമോസ്റ്റ് എ ഫ്ലാറ്റ് സ്ലോപ്പ് ആണ്. ഇവിടെ യൂണിഫോംലി അല്ലെ ഈക്വലി സ്പേസ് ആയതുകൊണ്ട് ഇറ്റ് റെപ്രസെൻസ് എ യൂണിഫോം സ്ലോപ്പ്. ഓപ്ഷൻ സി. യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 17 നോക്കിയേ. ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ മെഷർമെന്റ് ഓഫ് എൻ ഏരിയ ഓഫ് എ മാപ്പ് ഈസ് പ്ലാനിമീറ്റർ. പ്ലാനിമീറ്റർ. യെസ്. ഓക്കെ അല്ലേ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് മെത്തേഡ് ഗിവ്സ് മോർ ആക്യുറേറ്റ് റിസൾട്ട് ഇൻ ദ മെഷർമെന്റ് ഓഫ് ഏരിയാസ്? മെഷർമെന്റ് ഓഫ് ഏരിയാസിൽ അല്ലെങ്കിൽ മെഷർമെന്റ് ഓഫ് വോളിയത്തിൽ തീർച്ചയായിട്ടും ഏത് മെത്തേഡാണ്? സിംപ്സൺസ് റൂൾ ഈസ് ദ ബെസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ്. ഈ സാർ ഓക്കെ, മറ്റുള്ള മെത്തേഡിനേക്കാളും ഏറ്റവും ആക്യുറേറ്റ് ഏതാണ്? സിംപ്സൺസ് റൂൾ ആണ്. സിംപ്സൺസ് റൂളിലെ മറ്റൊരു പ്രത്യേകത എന്താണ്? ദ നമ്പർ ഓഫ് ഓർഡിനേറ്റ്സ് എത്രയായിരിക്കണം? നമ്പർ ഓഫ് ഓർഡിനേറ്റ്സ് ഇൻ എ സിംപ്സൺസ് റൂൾ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറേ ഏരിയനെ കുറേ സെക്ഷൻ ആക്കി ഡിവൈഡ് ചെയ്യണം അല്ലെ? അങ്ങനെ എത്ര സെക്ഷൻ ആക്കണം? ഓഡ് നമ്പേഴ്സ് ഓഫ് സെക്ഷൻസ് ആക്കണം. ഓക്കെ, ഓഡ് നമ്പേഴ്സ് ഓഫ് എന്താണ്? ഈവൻ അല്ല, ഓഡ് ആണ് എവിടെ? സിംപ്സൺസിൽ. അത് ഓർത്തിരിക്കാം. യെസ്, ദ വെരി കോമൺ ക്വസ്റ്റ്യൻ. ദ പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട് ഈസ് യൂസ്ഡ് ഇൻ സർവേയിങ് ബിക്കോസ്. തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും എങ്ങനെ വർക്ക് ചെയ്യുള്ളൂ? വി ഓൾവേസ് വർക്ക് ഫ്രം ഹോൾ ടു പാർട്ടാണ് ഇൻ സർവേ. എല്ലാ എക്സാമിലും കാണാറുണ്ട്. എല്ലാ എക്സാമിലും സ്ഥിരമായിട്ട് കയറി വന്നു പോയ ക്വസ്റ്റ്യൻ ആണ്. എന്നിട്ടും വീണ്ടും വീണ്ടും കയറി വരാറുണ്ട് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? സോ വി ഓൾവേസ് വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ പാർട്ട് ടു ഹോൾ ആണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, നിങ്ങളെ ചെറിയ പാർട്ടിൽ എന്തെങ്കിലും എറർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഹോളിലേക്ക് എത്തുമ്പോൾ, അത് മുഴുവനിലേക്ക് എത്തുമ്പോൾ അത് മാഗ്നിഫൈ ചെയ്യും. ദ എറർ ഗെറ്റ്സ് മാഗ്നിഫൈഡ്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് വി വർക്ക് ഫ്രം ദ ഹോൾ ടു ദ പാർട്ട്. വി വർക്ക് ഫ്രം ദ ഹോൾ ടു ദ പാർട്ട് അല്ലെ? ചെറിയ ഭാഗങ്ങളിലേക്കാണ് നമ്മൾ വർക്ക് ചെയ്യുക ഫ്രം ദ ഹോൾ. സോ അക്യുമുലേഷൻ ഓഫ് എറർ ക്യാൻ ബി പ്രിവെന്റഡ് എന്നതായിരിക്കണം കറക്റ്റ് ആൻസർ. ആൻസർ സി. യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 20 നോക്കിയേ. എ ലെവൽ ലൈൻ ഈസ്, വാട്ട് ഈസ് എ ലെവൽ ലൈൻ? എ ലെവൽ ലൈൻ ഈസ് എ ലൈൻ പാരലൽ ടു ദ മീൻ സ്ഫിറോയിഡൽ സർഫസ് ഓഫ് ദ എർത്ത്. അല്ലെങ്കിൽ ചുരുക്കി ഇങ്ങനെ പറയാം, എ ലൈൻ പാരലൽ ടു ദ എർത്ത് സർഫസ്. എ ലൈൻ പാരലൽ ടു ദ എർത്ത് സർഫസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ലെവൽ ലൈൻ എന്ന് പറയാം. നിങ്ങൾ നോക്കിയേ, ജിയോഡിക് സർവേ ആണെങ്കിൽ നമ്മളെ എർത്ത് കർവ് വെച്ചിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇങ്ങനെയല്ലേ നമ്മൾ എർത്ത് കർവ് വെച്ചിട്ട് ജിയോഡിക് സർവേയിൽ. പ്ലെയിൻ സർവേയിലാണെങ്കിലോ ദ ഏരിയ അല്ലെങ്കിൽ സർഫസ് ഓഫ് ദ എർത്ത് ഈസ് അസ്യൂംഡ് ടു ബി ഫ്ലാറ്റ് ആണ്. ഓക്കെ അല്ലേ? സോ എന്തായിരിക്കും ലെവൽ ലൈൻ? ഈ വരച്ചിരിക്കുന്ന ഈ ലൈനാണ് നമ്മൾ എന്ത് പറയാം? ദിസ് ഇസ് ലെവൽ ലൈൻ. എ ലെവൽ ലൈൻ ഈസ് എ ലൈൻ പാരലൽ ടു ദ എർത്ത് സർഫസ്. തീർച്ചയായിട്ടും അവിടെ എങ്ങനെയായിരിക്കില്ല? ഇവിടെ എങ്ങനെയായിരിക്കും? ഇവിടെ എങ്ങനെയായിരിക്കും? യെസ്, ദിസ് ഈസ് ലെവൽ ലൈൻ ഇൻ പ്ലെയിൻ സർവേ. ദിസ് ഈസ് ലെവൽ ലൈൻ ഇൻ ജിയോഡിക് സർവേ. Is that okay? Yes. പ്ലെയിൻ സർവേയിൽ ലെവൽ ലൈൻ ഫ്ലാറ്റ് ആണ്, സ്ട്രേറ്റ് ആണ്. തീർച്ചയായിട്ടും ജിയോഡിക് സർവേയിൽ ലെവൽ ലൈൻ കേർവ്ഡ് ആണ് എന്നും ചോദിക്കാറുണ്ട്. ഓക്കെ അല്ലേ? സോ ലെവൽ ലൈൻ ഈസ് എ ലൈൻ പാരലൽ ടു ദ എർത്ത് സർഫസ്. ക്വസ്റ്റ്യൻ നമ്പർ 21 നോക്കിയേ. ആൻ ആവറേജ് ലെങ്ത് ഓഫ് പേസ് എത്രയാണ് അല്ലേ? നമ്മൾ നടക്കുന്ന ഒരാൾ എടുക്കുന്ന സ്റ്റെപ്പിന്റെ ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. 75 to 80 സെന്റിമീറ്റർ എന്നാണ് സ്പെസിഫിക്കേഷൻ. 75 സെന്റിമീറ്റർ ടു 80 സെന്റിമീറ്റർ എന്നാണ് സ്പെസിഫിക്കേഷൻ. ദ ആവറേജ് ലെങ്ത് ഓഫ് വൺ സ്റ്റെപ്പ്. ചില ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ കാണാറുണ്ട്,
വാട്ട് ഈസ് ദ ആവറേജ് ലെങ്ത് ഓഫ് എ പേസ് ഓഫ് എ ഫീമെയിൽ എന്ന് ചോദിക്കാറുണ്ട്. ഫീമെയിൽ എത്രയാണ്? 75 സെൻറ്റിമീറ്റർ ആണ്. മെയിൽ എത്രയാണ്? 80 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ അല്ലേ? അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റണം. യെസ്, ദ ലിമിറ്റിംഗ് ലെങ്ത് ഓഫ് ദ ഓഫ്സെറ്റ് വെൻ ഇറ്റ്സ് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ഈസ് സെറ്റ് ഔട്ട് ബൈ എൻ ഐ ഈസ്. ഓഫ്സെറ്റ് എന്താ നമുക്കറിയാം അല്ലേ? ടൈ ലൈനിൽ നിന്നും. ടൈ ലൈനിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ട്രയാങ്കുലേഷനിൽ ടൈ ലൈൻ നമ്മൾ പ്രീവിയസ് സെഷനിൽ ഫിഗറൊക്കെ വരച്ച് നല്ലപോലെ കാണിച്ചിട്ടുണ്ട്. സോ പ്രീവിയസ് 50 ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾ റെഫർ ചെയ്യണം. ഓക്കെ അല്ലേ? യെസ്. സോ എന്താണ് ഓഫ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈ ലൈനിൽ നിന്ന് എടുക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് അല്ലേ? ടൈ ലൈനിൽ നിന്ന് എടുക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അവരുടെ ലിമിറ്റിംഗ് ലെങ്ത് എത്രയാണ്? യെസ്, ദിസ് ഇസ് സ്പെസിഫിക്കേഷൻ ആണ്. ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി 15 മീറ്റർ ആണ്. ഓക്കെ അല്ലേ? ആൻഡ് 15 മീറ്ററിന് കൂടുതലുള്ള ഓഫ്സെറ്റിനെ നമ്മൾ എന്ത് പറയും? ലോങ് ഓഫ്സെറ്റ് എന്ന് പറയാറുണ്ട്. ഓക്കെ അല്ലേ? സോ 15 മീറ്റർ എന്നുള്ളത് ഓർത്തിരിക്കുക. യെസ്, ഇൻ എ ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റം നോർത്ത് 25 ഡിഗ്രി 15 മിനിറ്റ് വെസ്റ്റ് കറസ്പോണ്ട്സ് ടു അല്ലേ? സിമ്പിൾ ആണ്. എപ്പോഴും എന്ത് ചെയ്യുക? ഫിഗർ വരയ്ക്കുക. ദിസ് ഇസ് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ആണിത് അല്ലെ? ലൈൻ എവിടെ ഉള്ളത്? നോർത്ത് വെസ്റ്റ് ക്വാർട്ടറിലാണ്. സോ ലൈൻ വിൽ ബി സംവെയർ ഹിയർ വിത്ത് an angle of arrow മാർക്ക് ചെയ്യണേ. യെസ്, 25 ഡിഗ്രി 15 മിനിറ്റ്സ് ആണ്. വാട്ട് ഈസ് എ ഹോൾ സർക്കിൾ ബിയറിംഗ് ഓഫ് ദ ലൈൻ AB എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദിസ് ഇസ് ലൈൻ AB. നമുക്കറിയാം ഹോൾ സർക്കിൾ ബിയറിംഗ് എപ്പോഴും നോർത്ത് നിന്ന് തുടങ്ങി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് വരയ്ക്കുക. സോ ദിസ് ആംഗിൾ വിൽ ബി 360 ഡിഗ്രി മൈനസ് 25 ഡിഗ്രി 15 മിനിറ്റ്സ് ആണ്. ഇത് കുറയ്ക്കാൻ ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ എങ്ങനെ എഴുതണം? നമ്മൾ 359 ഡിഗ്രി 60 മിനിറ്റ് മൈനസ് 25 ഡിഗ്രി 15 മിനിറ്റ്സ് എന്ന് വേണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും കാൽക്കുലേഷൻ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയണം. ഓക്കെ അല്ലേ? സോ ആൻസർ വിൽ ബി എത്രയായിരിക്കും? 334 ഡിഗ്രി 45 മിനിറ്റ്സ് എന്ന് കിട്ടും. ഓപ്ഷൻ എ. Question number 24 നോക്കിയേ. In the surveying telescopes, crosshairs are fitted. Yes, ഇത് നമ്മൾ പ്രീവിയസ്ലി വരച്ചതാണ് അല്ലേ? നമ്മൾ ടെലസ്കോപ്പ് നോക്കിക്കഴിഞ്ഞാൽ ടെലസ്കോപ്പിൽ എന്തൊക്കെ ഉണ്ടാവും? ദിസ് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ ടെലിസ്കോപ്പ്. പിന്നെ എന്ത് ടെലിസ്കോപ്പിൽ എന്തുണ്ട്? യെസ്, ദർ ഈസ് എൻ ഐ പീസ് അല്ലേ? ദർ ഈസ് എൻ ഐ പീസ്. ആൻഡ് ഈ ഐ പീസിന് തൊട്ട് മുമ്പിലായിട്ട് എന്തുണ്ട്? യെസ്, വി ആർ ഹാവിങ് എ ഡയഫ്രം. ഇതാണ് ഡയഫ്രം. ശ്രദ്ധിക്കണം, ഈ ലൊക്കേഷനൊക്കെ ശ്രദ്ധിക്കണേ. നമുക്ക് ഒബ്ജക്റ്റീവ് ഉണ്ട്, ഐ പീസ് ഉണ്ട്. അതിൻ്റെ സെൻറ്ററിലല്ല, ഐ പീസിന് തൊട്ട് മുമ്പിലായിട്ട്. ഒബ്ജക്റ്റീവിൻ്റെയും ഐ പീസിൻ്റെയും സെൻറ്ററിലായിട്ടല്ല, ഐ പീസിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് എന്തുണ്ട്? ദർ ഈസ് എ ഗ്ലാസ് ഷീറ്റ് ദാറ്റ് ഈസ് ടേംഡ് ആസ് ഡയഫ്രം. ഈ ഡയഫ്രം നമ്മൾ ഫ്രണ്ട് വ്യൂ നോക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ ഉണ്ടാവുക. ഒരു സർക്കുലർ ഗ്ലാസ് ഷീറ്റാണ് വിത്ത് ക്രോസ് ഹെയർസ് അല്ലെങ്കിൽ ക്രോസ് വയർ എന്ന് പറയും. ഈ സാധനങ്ങളാണ് നമ്മൾ പറയുന്നത് ക്രോസ് ഹെയർ അല്ലെങ്കിൽ വയർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ദിസ് ഇസ് ടേംഡ് ആസ് ഡയഫ്രം. നിങ്ങൾക്കറിയാം, നമ്മൾ ടെലസ്കോപ്പിലൂടെ കാണുന്നത് ഇതാ ഇങ്ങനെ ഒരു ക്രോസ് മാർക്കാണ് അല്ലേ? ആൻഡ് ഇതിന് ഇൻ്റർസെക്ഷൻ പോയിന്റ് ആണ് നമ്മൾ റീഡിംഗ് ആക്കി എടുക്കുക. അതൊക്കെ നമുക്കറിയാം. ഇതാണ് സാധാരണ ഡയഫ്രം. ആൻഡ് ഒരു പോയിന്റ് അഡീഷണൽ പോയിന്റ് പറയാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റേഡിയ ഡയഫ്രം എന്ന് പറയുന്നത് അല്ലേ? ഈ ഒരു ഫിഗറാണ് സാധാരണ ഡയഫ്രം. ഇതിനെ നമ്മൾ സ്റ്റേഡിയ ഡയഫ്രം എന്നാണ് പറയുക. എന്താണ് വ്യത്യാസം? അഡീഷണലി 2 ക്രോസേഴ്സും കൂടി ഉണ്ട് അല്ലെ? അഡീഷണൽ 2 ഹൊറിസോണ്ടൽ ക്രോസേഴ്സും കൂടി ഉണ്ട്. സോ സ്ഥിരം ചോദ്യം എന്താണ്? സ്റ്റേഡിയ ഡയഫ്രത്തിലെ നമ്പർ ഓഫ് ഹൊറിസോണ്ടൽ ക്രോസേഴ്സ് 1, 2, 3 ആണ്. ഓക്കെ, ദിസ് ഇസ് 1, 2, 3. ഹൊറിസോണ്ടൽ ക്രോസേഴ്സ് ഇസ് 3. ഇതാണ് സാധാരണ ഡയഫ്രം. സോ ചോദ്യത്തിലേക്ക് വരാം. ഇൻ ദ സർവേയിങ് ടെലിസ്കോപ്പ് ദ ക്രോസേഴ്സ് ആർ ഫിറ്റഡ് ഇൻ സെന്റർ ഓഫ് ദ ടെലിസ്കോപ്പ് അല്ല, ഒപ്റ്റിക്കൽ സെന്റർ ഓഫ് ദ ഐ പീസ് അല്ല, ഇൻ ഫ്രണ്ട് ഓഫ് ദ ഐ പീസ്. യെസ്, ഇൻ ഫ്രണ്ട് ഓഫ് ദ ഐ പീസ്. ഓക്കെ അല്ലേ? ജസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഐ പീസ് ആണ്. ജസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഐ പീസ് ആണ്. ഓപ്ഷൻ സി ആണ്. ദ ടേപ്പ് മെയ്ഡ് അപ്പ് ഓഫ് ആൻ അലോയ് ഓഫ് നിക്കൽ ആൻഡ് സ്റ്റീൽ. യെസ്, ദാറ്റ് ഈസ് ടേംഡ് ആസ് ഇൻവാർ ടേപ്പ് അല്ലെ? എത്രയാണ് പെർസെൻറ്റേജ് ചോദിക്കാറുണ്ട്? സ്റ്റീൽ എത്ര ഉണ്ടാവാറുള്ളത്? 64%. ഇത് ചോദിക്കാറുണ്ട്. ദിസ് ഈസ് 36% നിക്കലാണ്. ഓക്കെ അല്ലേ? ആൻഡ് മോസ്റ്റ് ആക്യുറേറ്റ് ടേപ്പ് മെഷർമെന്റ് എന്ന് വെച്ചാൽ ഏത് തന്നെയാണ്? ഇൻവാർ ടേപ്പ് ആണ്. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ലെസ് ടെമ്പറേച്ചർ സസെപ്റ്റബിലിറ്റി. ലെസ് ടെമ്പറേച്ചർ സസെപ്റ്റബിലിറ്റി എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ മാറുമ്പോൾ ഇതിൻ്റെ വേരിയേഷൻ ഡിഫ്ലക്ഷൻ വളരെ കുറവായിരിക്കും. ഓക്കെ അല്ലേ? ലെസ് ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആണ്, അതായത് ലെസ് ടെമ്പറേച്ചർ സസെപ്റ്റബിൾ ആണ്. അതുകൊണ്ടാണ് മോർ ആക്യുറേറ്റ് ഇൻവാർ ടേപ്പ് വിച്ച് ഇസ് ആൻ അലോയ് ഓഫ് 36% ഓഫ് നിക്കൽ, 64% ഓഫ് സ്റ്റീൽ. യെസ്, ഇതെല്ലാം ചോദ്യമാണ്. ഇത് എഴുതിയിരിക്കുന്ന എല്ലാ പോയിന്റും ചോദ്യമാണ്. ഓക്കെ അല്ലേ? ഇൻ എ ഡ്രോയിങ് ദ സ്കെയിൽ യൂസ്ഡ് ഈസ് 1 centimeter to 2 meter. ദ കറസ്പോണ്ടിങ് ആർ ഓഫ് സ്കെയിൽ ഈസ്, നമുക്കറിയാം 2 ടൈപ്പ് സ്കെയിൽ ഉണ്ട് അല്ലേ? ഒന്ന് എഞ്ചിനീയറിംഗ് സ്കെയിലാണ്. ഇതിനെയാണ് നമ്മൾ എഞ്ചിനീയറിംഗ് സ്കെയിൽ എന്ന് പറയാം. എഞ്ചിനീയറിംഗ് സ്കെയിൽ അതായത് മാപ്പിലെ 1 centimeter, ഗ്രൗണ്ടിൽ 50 meter ആണ്. പക്ഷെ നിങ്ങൾ നോക്കിയ ക്വാണ്ടിറ്റീസ് ആർ എക്സ്പ്രസ് ഇൻ ഡിഫറെൻറ്റ് യൂണിറ്റ്. ഇവിടെ സെൻറ്റിമീറ്റർ ആണ്, ഇവിടെ മീറ്ററിലാണ്. ക്വാണ്ടിറ്റീസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ഡിഫറെൻറ്റ് യൂണിറ്റ്.
ദിസ് ഈസ് ടേംഡ് ആസ് എഞ്ചിനീയറിംഗ് സ്കെയിൽ. എഞ്ചിനീയറിംഗ് സ്കെയിൽ. ഇതേ സ്കെയിലിൽ നമുക്ക് എങ്ങനെയും പറയാം 1:5000 എന്ന് പറയാം, ഓർ 1:5000 എന്ന് പറയാം. ഓക്കെ അല്ലേ? അതിനെങ്ങനെ എഴുതാൻ പറ്റും? ഇതാണ് എന്ത് റെപ്രസെൻറ്റേറ്റീവ് ഫാക്ടർ അല്ലെങ്കിൽ RF സ്കെയിൽ. RF സ്കെയിൽ അതായത് നോക്കിയേ, മാപ്പിലെ 1 സെൻറ്റിമീറ്റർ ഗ്രൗണ്ടിലെ 5000 സെൻറ്റിമീറ്റർ ആണ്. അതായത് എല്ലാ ക്വാണ്ടിറ്റീസിനെയും സെയിം യൂണിറ്റിൽ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് RF സ്കെയിൽ. ഓക്കെ, ഡിഫറൻസ് മനസ്സിലായില്ലേ? ഒന്ന് എഞ്ചിനീയറിംഗ് സ്കെയിലാണ്, ഒന്ന് RF സ്കെയിലാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് തന്നിരിക്കുന്നതാണ് 1 സെൻറ്റിമീറ്റർ 2 മീറ്റർ ആണ്. സോ 1 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? ഇത് എഞ്ചിനീയറിംഗ് സ്കെയിലാണ്. സോ 2 മീറ്ററിന് എന്താക്കിയ സെൻറ്റിമീറ്റർ ആക്കിയത് നമുക്കറിയാം. 1 മീറ്റർ ഈസ് ഈക്വൽ ടു 100 സെൻറ്റിമീറ്റർ ആണ്. സോ ആൻസർ ഇത് ഓപ്ഷൻ ഡി അല്ലേ? എന്ത് കിട്ടും? അത് 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 200 സെൻറ്റിമീറ്റർ ആണ്. ദാറ്റ് ഈസ് 1 × 200. ഓക്കെ അല്ലേ? സോ ആൻസർ ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 27 നോക്കിയേ, ലൈൻ റേഞ്ചർ ആണ്. ഇവിടെ റേഞ്ചിങ് ആണ് പ്രോസസ്സ്. റേഞ്ചിങ്, വാട്ട് ഈസ് എ പ്രോസസ് ഓഫ് റേഞ്ചിങ്? റേഞ്ചിങ് ഈസ് എ പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ഇന്റർമീഡിയറ്റ് പോയിന്റ്സ് ആണ്. So that accurate linear measurement can be taken. Yes, for locating intermediate station in chain line. Yes, question number 28. Length of one link of a metric chain of 30 meter is. Yes, 30 meter ആയാലും ശരി 20 meter ആയാലും ശരി, നിങ്ങളെ ലിങ്കിന്റെ ലെങ്ത് എത്രയാണ്? 200 mm ആണ്. 200 mm അതായത് 0.2 മീറ്റർ. 0.2 മീറ്റർ ആണ് ലെങ്ത് ഓഫ് എ ലിങ്ക് ആണ്. ലിങ്ക് യെസ്, ചെയിൻ നമുക്കറിയാം, ലിങ്ക് നമുക്കറിയാം. Question number 29. In the leveling operation, the backside and foresight are taken to the point. Yes, ഈ ക്വസ്റ്റ്യൻ അറിഞ്ഞിരിക്കണം. നോക്കിയേ, നമുക്ക് ലെവലിംഗ് ഒന്നുകൂടി വരച്ച് നോക്കാം. ലെവലിംഗ് നമുക്ക് ഒന്നുകൂടി വരയ്ക്കാം. നോക്കൂ. ലെറ്റ്സ് സേ നമുക്ക് ഇങ്ങനെ ഒരു പ്രൊഫൈലാണ് എന്തിൻ്റെ നമുക്ക് ലെവൽ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഗ്രൗണ്ട് ലെവൽ അവൈലബിൾ എന്താണ്? ഇങ്ങനെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഗ്രൗണ്ട് ലെവൽ. സോ ദിസ് ഈസ് എ ബെഞ്ച് മാർക്ക് അല്ലേ? നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ലെറ്റ്സ് സേ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ആദ്യം എവിടെ റീഡിംഗ് എടുക്കുക? വിൽ ബി ടേക്കിംഗ് ദ റീഡിംഗ് അറ്റ് ദിസ് പോയിന്റ്, ബെഞ്ച് മാർക്ക് ഓഫ് നോൺ എലിവേഷൻ. ഇതിനെ നമ്മൾ എന്ത് പറയും? ബാക്ക് സൈഡ് എന്ന് പറയും. ഓക്കെ, ഇവിടെ മറ്റൊരു സ്റ്റാഫ് ഉണ്ട്, ഇവിടെ മറ്റൊരു സ്റ്റാഫ് ഉണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് സ്റ്റാഫ് പോയിന്റ് 1, സ്റ്റാഫ് പോയിന്റ് 2 ആൻഡ് ദിസ് ഈസ് സ്റ്റാഫ് പോയിന്റ് 3. ഓക്കെ അല്ലേ? നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന റീഡിംഗ് ബാക്ക് സൈഡ് ആണ്. പിന്നെ നമ്മൾ മുന്നോട്ട് നോക്കുകയാണ് അല്ലെ, ലൈൻ ഓഫ് സൈഡാണ് പോയിരിക്കുന്നത്. സോ നമുക്ക് ഇവിടെ റീഡിംഗ് എടുക്കാൻ പറ്റും അല്ലെ, ദിസ് വിൽ ബി ദ ഇന്റർമീഡിയറ്റ് സൈഡ് ആൻഡ് ഇവിടെയും റീഡിംഗ് എടുക്കാൻ പറ്റും. ലെറ്റ്സ് സേ നമുക്ക് ഇവിടെ ഒരു 4ാമത്തെ പോയിന്റ് ഉണ്ട്. ദിസ് ദ 4th പോയിന്റ്, അതും അവിടെ സ്റ്റാഫ് ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഇൻസ്ട്രുമെന്റ് സ്റ്റേഷനിൽ നിന്നും അല്ലെ, എ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് സ്റ്റേഷനിൽ നിങ്ങൾക്ക് 4ാമത്തെ പോയിന്റിലേക്ക് റീഡിംഗ് എടുക്കാൻ പറ്റുമോ? പറ്റില്ല, ഒരിക്കലും പറ്റില്ല. കാരണം ഇവിടെ ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ട് അല്ലേ, ഇവിടെ ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ട്. സോ ലൈൻ ഓഫ് സൈറ്റ് എന്താണ്? ഇവിടെ ഇന്ററപ്റ്റഡ് ആവുകയാണ്. സോ നിങ്ങൾക്ക് ഈ എ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് സ്റ്റേഷനിൽ നിന്നും എടുക്കാൻ പറ്റുന്ന ലാസ്റ്റ് റീഡിംഗ് ആണ് ഇത്, 3ാമത്തെ സ്റ്റാഫ് റീഡിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ടേംഡ് ആസ് എ ഫോർസൈറ്റ്. ഓക്കെ അല്ലേ? ഒരു ഇൻസ്ട്രുമെന്റ് സ്റ്റേഷനിൽ നിന്ന് എടുക്കുന്ന ലാസ്റ്റ് റീഡിംഗ് ദാറ്റ് ഈസ് ഫോർസൈറ്റ്. ഇനി നമുക്ക് 4ാമത്തെ പോയിന്റ് എടുക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇൻസ്ട്രുമെന്റ് ഇവിടെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. സോ നിങ്ങൾ എവിടെ പ്ലേസ് ചെയ്യും ഇൻസ്ട്രുമെന്റ്? യെസ്, നിങ്ങൾ ഇവിടെ പ്ലേസ് ചെയ്യും. നിങ്ങൾ ഇൻസ്ട്രുമെന്റ് ഇവിടെ വെച്ചു അല്ലേ? ലെറ്റ്സ് സേ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ ബി ആണ്. സോ നിങ്ങൾ ആദ്യം ഇൻസ്ട്രുമെന്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റിൽ നിന്ന് നോക്കണ്ടേ? സോ നിങ്ങൾ ഇവിടുന്ന് ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ ബിയിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആദ്യമായിട്ട് നോക്കുക എങ്ങോട്ടാണ്? 3ാമത്തെ അറിയാവുന്ന സ്റ്റാഫ് റീഡിംഗ് ആണ് എടുക്കുക. സോ ഇതാണ് ബാക്ക് സൈഡ്, ദെൻ ഇതായിരിക്കും കറസ്പോണ്ടിങ് ഫോർസൈറ്റ് എന്ന് പറയുന്നത്. യെസ്, ഓക്കെ അല്ലേ? എന്താണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ നോക്കിയേ, 3ാമത്തെ പോയിന്റിൽ നമ്മൾ വിളിച്ചിട്ടുള്ള സ്റ്റാഫ് റീഡിങ്ങിന്റെ മുകളിൽ വി ആർ ഹാവിംഗ് ബോത്ത് ഫോർസൈറ്റ് ആൻഡ് ബാക്ക് സൈഡ് റീഡിങ്സ്. ഇസ്ന്റ് ഇറ്റ്? 3ാമത്തെ പോയിന്റിൽ പ്ലേസ് ചെയ്തിട്ടുള്ള സ്റ്റാഫിൽ നമുക്ക് എ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് സ്റ്റേഷനിൽ നിന്നുള്ള ഫോർസൈറ്റ് ഉണ്ട്. അതേ സ്റ്റാഫിൽ നമുക്ക് ബി എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് സ്റ്റേഷനിൽ നിന്നുള്ള ബാക്ക് സൈറ്റും ഉണ്ട് അല്ലേ? This is the point where the instrument, this is the point about which where the instrument is shifting, or where the instrument is changing. That's why the point 3 is termed as change point. So എന്താണ് ചേഞ്ച് പോയിന്റ്? ഡെഫിനിഷൻ വന്ന് ഡെഫിനിഷൻ എന്താണ്? ഡെഫിനിഷൻ ചോദിക്കാറുണ്ട്, അതാണ് ഇവിടെ. The leveling operation, in the leveling operation backside and foresight are taken to the point. ഏത് പോയിന്റിലാണ്? ചേഞ്ച് പോയിന്റ് ആണ്. ബാക്ക് സൈറ്റും ഫോർസൈറ്റും എടുക്കുന്ന പോയിന്റിനെ നമ്മൾ എന്ത് പറയും? ചേഞ്ച് പോയിന്റ് എന്ന് പറയും. അതാണ് ഡെഫിനിഷൻ. ഓർ ദിസ് ഈസ് ദ പോയിന്റ് അബൌട്ട് വിച്ച് ദ ഇൻസ്ട്രുമെന്റ് ഈസ് ഷിഫ്റ്റഡ്. അതാണ് രണ്ടാമത്തെ ഡെഫിനിഷൻ. നിങ്ങൾ നോക്കിയേ, 3ാമത്തെ എന്ന് പറയുന്ന സ്റ്റാഫ് റീഡിങ്ങിൽ നമ്മൾ ആദ്യം എടുത്ത റീഡിംഗ് ഏതാണ്? ഫോർസൈറ്റ് ആണോ ബാക്ക് സൈറ്റ് ആണോ? നമ്മൾ ആദ്യം ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ എയിലല്ലേ? സോ നമ്മൾ ആദ്യം എടുക്കുന്ന റീഡിംഗ് ഏതായിരിക്കും? ഫസ്റ്റ് റീഡിംഗ് ടേക്കൺ ഓൺ എ ചേഞ്ച് പോയിന്റ്. ഫസ്റ്റ് റീഡിംഗ് taken on a change point is foresight.
രണ്ടാമത്തെ റീഡിങ് ഏതാണ്? ബാക്ക് സൈഡ് ആണ്. ഓക്കെ അല്ലേ? സോ ചേഞ്ച് പോയിന്റ് ഡെഫിനിഷൻ, ചേഞ്ച് പോയിന്റ് നമ്മൾ ആദ്യം എടുക്കുന്ന റീഡിങ് ഏതാണ്? ഫോർ സൈഡ് ആണ്. രണ്ടാമത് എടുക്കുന്ന റീഡിംഗ് ആണ് ബാക്ക് സൈഡ്. ഓക്കെ അല്ലേ? യെസ്, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. സോ ഇതിൻ്റെ ആൻസർ എന്താ വരിക? ഈ ഒരു ആൻസർ എന്താ വരിക? ഓപ്ഷൻ ബി. 29 ഓപ്ഷൻ ബി. 30 നോക്കിയേ. ദ ഡയറക്ഷൻ ഇൻഡിക്കേറ്റഡ് ബൈ എ ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റിക് നീഡിൽ ഏതാണ്? മാഗ്നറ്റിക് നീഡിൽ അല്ലേ? മാഗ്നറ്റിക് നോർത്തിലേക്ക് കാണിക്കുള്ളൂ. മാഗ്നറ്റിക് നീഡിൽ അല്ലേ? മാഗ്നറ്റിക് നോർത്തിലേക്ക് കാണിക്കുള്ളൂ. യെസ്, എ ട്രയാങ്കിൾ ഹാവിംഗ് ആംഗിൾ ലെസ് ദാൻ 30 ഡിഗ്രി ആൻഡ് ഗ്രേറ്റർ ദാൻ 120 ഡിഗ്രി. അതിന് നമ്മൾ ഇൽ എന്നാണ് പറയാ. ഓക്കെ അല്ലേ? ഇൽ കണ്ടീഷൻ ട്രയാങ്കിൾ. എന്താണ് വെൽ കണ്ടീഷൻ ട്രയാങ്കിൾ? ഇറ്റ് ഈസ് എ ട്രയാങ്കിൾ ഇൻ വിച്ച് നോ ആംഗിൾ ഈസ് ലെസ് ദാൻ 30 ഡിഗ്രി ആൻഡ് മോർ ദാൻ 120 ഡിഗ്രി. യെസ്, ട്രയാങ്കുലേഷൻ സർവേയിൽ നമ്മളെ എല്ലാ ട്രയാങ്കിൾസും ഏതിലായിരിക്കണം? വെൽ കണ്ടീഷൻഡ് ആയിരിക്കണം. പ്രിഫറബിളി ഏത് ആംഗിൾ ആയിരിക്കണം? 60 ഡിഗ്രിയിലാണെങ്കിൽ നല്ലതാണ്. ഇത് നമ്മൾ പ്രീവിയസ് സെഷനിൽ പറഞ്ഞിട്ടുണ്ട്, ചോദ്യമാണ് പറഞ്ഞത്. ട്രയാങ്കുലേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കുറേ ട്രയാങ്കിൾസ് ആക്കി ഡിവൈഡ് ചെയ്യല്ലേ ചെയ്യുക. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏരിയനെ നമ്മൾ കുറേ ട്രയാങ്കിൾസ് ആക്കി ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുക. ഏത് ടൈപ്പ് ട്രയാങ്കിൾ ആക്കണം? വി ഹാവ് ടു ഡിവൈഡ് ഇൻ ടു എ വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ. അതും പ്രിഫറബിളി ഇൻ 60 ഡിഗ്രി ആംഗിൾ. ഓക്കെ അല്ലേ? സോ വി ആർ ഹിയർ ഹാവിംഗ് ആംഗിൾസ് ലെസ് ദാൻ 30 ഡിഗ്രി ഉണ്ട്, മോർ ദാൻ 120 ഡിഗ്രി ഉണ്ട്. ഇറ്റ് ഈസ് എൻ ഇൽ കണ്ടീഷനാണ്. ഇല്ലാണ്, വെൽ അല്ല, സുഖമില്ലാത്തതാണ്, ഇല്ലാണ്. ഓക്കെ അല്ലേ? യെസ്. ലെങ്ത് ഓഫ് എ ഗന്ധർ ചെയിൻ ആണ്. ലെങ്ത് ഓഫ് എ ഗന്ധർ ചെയിൻ നമുക്കറിയാം 3 ടൈപ്പ് ചെയിനാണ് നമ്മൾ പഠിക്കാറുള്ളത്. എഞ്ചിനീയറിംഗ് ചെയിൻ, ഗന്ധർ ചെയിൻ, ദെൻ റവന്യൂ ചെയിൻ അല്ലേ? എത്രയാണ് എഞ്ചിനീയറിംഗ് ചെയിൻ്റെ ലെങ്ത്? 100 ഫീറ്റ് ലോങ് ആണ്. ഗന്ധർ എത്രയാണ്? 66 ഫീറ്റ് ലോങ് ആണ്. 66 ഫീറ്റ് ലോങ് ആണ്. ആൻഡ് റവന്യൂ ചെയിൻ എത്രയാണ്? 33 ഫീറ്റ് ലോങ് ആണ്. ഇതാണ് ലെങ്ത്. ആൻഡ് അതിൻ്റെ നമ്പർ ഓഫ് ലിങ്ക്സ് എത്രയാണ്? ഇതും ചോദിക്കാറുണ്ട് അല്ലേ? എഞ്ചിനീയറിംഗ് ചെയിൻ ആണെങ്കിൽ എത്രയാണ്? 100 നമ്പേഴ്സ് ആണ് നമ്പർ ഓഫ് ലിങ്ക്സ്. അത് ഗന്ധർ ചെയിനിലേക്ക് വരുമ്പോഴും എത്ര തന്നെയാണ്? 100 നമ്പർ ആണ് നമ്പർ ഓഫ് ലിങ്ക്സ്. അത് റവന്യൂ ചെയിനിലേക്ക് വരുമ്പോൾ എത്രയാവും? 16 16 നമ്പർ ഓഫ് എന്തായി മാറും? നമ്പർ ഓഫ് ലിങ്ക്സ് ആയി മാറും. സോ ഇവിടെ ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ഗന്ധർ ചെയിൻ എത്രയാണ്? 66 ഫീറ്റ് ആണ്. മീറ്റർ അല്ല ഫീറ്റ് ആണ്. യെസ്. ഐസോഗോണിക് ലൈൻസ് ആർ ദോസ് ലൈൻസ്. ഐസോഗോണിക് ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം ഡിക്ലിനേഷൻ ആണ് അല്ലെ? ഐസോക്ലിനിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം ഡിപ്പ് വാല്യൂ ആണ്. എക്ലിനിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു ടേമാണ്. എക്ലിനിക് മീൻസ് ലൈൻ ജോയിനിങ് പോയിന്റ് ഓഫ് സീറോ ഡിപ്പ് ആണ്. യെസ്. എഗോണിക് എന്ന് പറഞ്ഞാൽ എന്താണ്? എഗോണിക് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈൻ ജോയിനിങ് പോയിന്റ് ഓഫ് സീറോ ഡിക്ലിനേഷൻ. ഓക്കെ അല്ലേ? സോ ഐസോഗോണിക് ഈസ് സെയിം ഡിക്ലിനേഷൻ ആണ്. എഗോണിക് മീൻസ് ഡിക്ലിനേഷൻ തന്നെയാണ്, പക്ഷേ അവിടെ ഡിക്ലിനേഷൻ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. സിമിലർലി ഡിപ്പിനെ ജോയിൻ ചെയ്യുന്ന ലൈനാണ് ഐസോഗോണിക് ആൻഡ് എക്ലിനിക് ലൈൻസ്. യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 34 നോക്കിയേ. 34. ദ വർക്കിംഗ് എഡ്ജ് ഓഫ് ആൻ അലിഡൈഡ്. അലിഡൈഡ് എന്ന് പറഞ്ഞാൽ എന്താണോ? പ്ലെയിൻ ടേബിളിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അല്ലെ അലിഡൈഡ് അല്ലെ? റഫ്ലി നമ്മൾ ഫിഗർ വയ്ക്കുകയാണെങ്കിൽ ഉണ്ടാവും. അലിഡൈഡ് ലുക്സ് ലൈക്ക് ദിസ് അല്ലേ? ആൻഡ് അതിൻ്റെ ഒരെൻഡ് എന്തായിരിക്കും? യെസ്, ഗ്രാജുവേറ്റഡ് ആയിരിക്കും. നമ്മൾ ഈ എൻഡ് വെച്ചിട്ടാണ് നമ്മളെ ഫീൽഡിലെ ഡിസ്റ്റൻസ് നമ്മളെ ഡ്രോയിങ് പ്ലെയിനിലേക്ക് നമ്മൾ സ്കെയിൽ ചെയ്യുന്നത് അല്ലേ? ആൻഡ് ദിസ് വർക്കിംഗ് എഡ്ജ് ഓർ ദ ഗ്രാജുവേറ്റഡ് എഡ്ജ് ഓഫ് ദ അലിഡൈഡ് ഈസ് ടേംഡ് ആസ് ഫിഡൂഷ്യൽ എഡ്ജ് ആണ്. ഫിഡൂഷ്യൽ എഡ്ജ്. ഓക്കെ അല്ലേ? യെസ്. ആൻഡ് ഇതെന്താണ്? ഇതിൻ്റെ ഒബ്സർവേറ്റിംഗ് വെയിൻസ് ആണ്. എന്താണ് അലിഡൈഡിൻ്റെ ഉദ്ദേശം? നമുക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ റേഞ്ചിങ് റോഡ് നമുക്ക് ബൈസെക്ട് ചെയ്യാൻ പറ്റണം, നമുക്ക് റീഡ് ചെയ്യാൻ പറ്റണം അല്ലെ? ബൈസെക്ഷൻ ഓഫ് ദ പോയിന്റ് ആണ് ഇത്. അലിഡൈഡിൻ്റെ ഉദ്ദേശം ബൈസെക്ടിങ് ആൻഡ് ഡ്രോയിങ് ലൈൻസ് ഓൺ ദ ഡ്രോയിങ് പേപ്പർ ആണ് അലിഡൈഡിൻ്റെ ഉദ്ദേശങ്ങൾ. യെസ്. വർക്കിംഗ് എഡ്ജിന് നമ്മൾ എന്ത് പറയും? ഫിഡൂഷ്യൽ എഡ്ജ് എന്ന് പറയും. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 35. ദ ലാസ്റ്റ് റീഡിംഗ് ടേക്കൺ ബിഫോർ ഷിഫ്റ്റിംഗ് ദ ലെവൽ ഇൻസ്ട്രുമെന്റ്. യെസ്. ലാസ്റ്റ് റീഡിംഗ് ഏതാണോ? ലാസ്റ്റ് റീഡിംഗ് ഈസ് 4 സൈഡ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് റീഡിംഗ് ഈസ് 4 സൈഡ്. 3 പോയിന്റ് പ്രോബ്ലം ക്യാൻ ബി സോൾവ്ഡ് ബൈ. യെസ്, നമ്മൾ പറഞ്ഞു റിസെക്ഷൻ മെത്തേഡിലെ 2 മെത്തേഡുകളാണ്. പ്ലെയിൻ ടേബിളിലെ 4 മെത്തേഡ്സ് ഉണ്ട്. റേഡിയേഷൻ മെത്തേഡ്, ഇന്റർസെക്ഷൻ മെത്തേഡ്, ട്രാവേഴ്സ് മെത്തേഡ് ആൻഡ് റിസെക്ഷൻ മെത്തേഡ്. റിസെക്ഷൻ മെത്തേഡിലെ 2 മെത്തേഡാണ് 2 പോയിന്റ് ആൻഡ് 3 പോയിന്റ് പ്രോബ്ലം. 3 പോയിന്റ് പ്രോബ്ലം ചെയ്യാൻ പറ്റുന്ന മെത്തേഡുകളാണ് ഏതൊക്കെ? ലേമാൻസ് മെത്തേഡ്, ബെസൽസ് മെത്തേഡ് ആൻഡ് മെക്കാനിക്കൽ മെത്തേഡ്. ഹെൻസ് ദ ആൻസർ ഈസ് ഓൾ ദ അബവ്. ബെസൽസ്, ലേമാൻസ് ആൻഡ് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള 3 പോയിന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഇതാണ്.
ലേമാൻസ് ആണ്. ഓക്കെ അല്ലേ? ഇതിന് എന്തും പറയാറുണ്ട്? ട്രയൽ ആൻഡ് എറർ എന്നും പറയാറുണ്ട്. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്നും കൂടി പറയാറുണ്ട്. സോ അതും കൂടി അറിഞ്ഞിരിക്കാം. ഈ എല്ലാ മെത്തേഡ് വെച്ചും 3 പോയിന്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ഏറ്റവും ആക്യുറേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ലേമാൻസ് മെത്തേഡ്, അല്ലെങ്കിൽ എന്തും പറയും ഇതിനെ? ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറയും. യെസ്. The smallest reading that can be measured using a leveling staff. Yes, least count of the leveling staff എത്രയാണ്? 5 mm ആണ്. 5 mm ആണ്. ഓപ്ഷൻ എ. 5 mm is the least count of a leveling staff. Yes, example for a level surface. തന്നിരിക്കുന്ന സാധനങ്ങളിൽ ABCD ഓപ്ഷനിൽ ഏതാണ് ലെവൽ സർഫസ് ആയിട്ടുള്ള? യെസ്, സർഫസ് ഓഫ് എ സ്റ്റിൽ പോണ്ട് ആണ് അല്ലേ? സർഫസ് ഓഫ് എ സ്റ്റിൽ പോണ്ട് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ലെവൽ സർഫസ്. ദ ലെങ്ത് ഓഫ് ഓഫ്സെറ്റ് മോർ ദാൻ 15 മീറ്റർ. നമ്മൾ പറഞ്ഞു ദ ലിമിറ്റ്, ഓഫ്സെറ്റിൻ്റെ ലിമിറ്റിംഗ് ലെങ്ത് എത്രയായിരുന്നു? തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ഓഫ്സെറ്റിൻ്റെ ലിമിറ്റ് ചെയ്യുന്ന ലെങ്ത് എത്രയാണ്? 15 മീറ്റർ ആണ്. 15 മീറ്ററേക്കാളും കൂടുതൽ നമുക്ക് ഓഫ്സെറ്റ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? ദാറ്റ് ഈസ് ടേംഡ് ആസ് ലോങ് ഓഫ്സെറ്റ്. ലോങ് ഓഫ്സെറ്റ്. ഓക്കെ അല്ലേ? യെസ്, ലോങ് ഓഫ്സെറ്റ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 40. ദ ആക്ച്വൽ ലെങ്ത് 2 meter of an object is represented by 10 mm in the drawing. In the drawing ആണ്. ഓക്കെ, സോ 10 mm is equal to 2 meter എന്നാണ്. വാട്ട് ഈസ് എ കറസ്പോണ്ടിങ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇത് എഞ്ചിനീയറിംഗ് സ്കെയിലാണ്, ഡിഫറെൻറ്റ് യൂണിറ്റിലാണ്. നമ്മൾ എന്ത് ചെയ്യണം? ഒരേ യൂണിറ്റിലായി കൺവേർട്ട് ചെയ്യുക. സോ 10 mm ആണുള്ളത്. 2 meter എന്ന് വെച്ചാൽ 2 × 10⁻³ 2000 mm എന്നാവും അല്ലേ? സോ ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0, ദാറ്റ് ഈസ് 1 mm is equal to 200 mm എന്നാവും. Isn't it? That is, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1:200 or 1:200. Yes, answer is D. Answer is D. Okay അല്ലേ? Yes. Question number 41. The quadrantal bearing for a whole circle bearing is, the quadrantal bearing for a whole circle bearing of 220 degree ആണ്. സോ നമുക്ക് ഹോൾ സർക്കിൾ ബിയറിംഗ് തന്നിട്ടുണ്ട് അല്ലേ? സോ വീണ്ടും ഇത് നോർത്ത് ആണ്, സൗത്ത് ആണ്, ഈസ്റ്റ് ആണ്, വെസ്റ്റ് ആണ്. 220 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഏത് ക്വാർട്ടറിലാണ് വരിക? ഇതാണ് ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ, സെക്കൻഡ് ക്വാർട്ടറിൻ്റെ, തേർഡ് ക്വാർട്ടറിൻ്റെ, ഫോർത്ത് ക്വാർട്ടറിൻ്റെ. നമുക്കറിയാം തേർഡ് ക്വാർട്ടറിൽ എന്ത് ഉണ്ടാവും? അല്ല, 220 എന്ന് പറയുന്നത് തേർഡ് ക്വാർട്ടറിലല്ലേ ഉണ്ടാവുക? തീർച്ചയായിട്ടും. സോ തന്നിരിക്കുന്ന ആംഗിൾ ദിസ് മച്ച് ഈസ്, അല്ലെ, എയർ ഇടാൻ മറന്നു പോരുത്, ദിസ് മച്ച് ഈസ് 220 ഡിഗ്രിയാണ്. നമ്മൾ എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് എ ക്വാർട്ടറൽ ബിയറിംഗ് ഓഫ് ദ സിസ്റ്റം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ക്വാർട്ടറൽ ബിയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണോ അല്ലേ? നമ്മുടെ ഈ ലൈന് തൊട്ടടുത്ത് സൗത്താണുള്ളത്. സോ ദിസ് ആംഗിൾ വിൽ ബി ദ ക്വാർട്ടറൽ ബിയറിംഗ്. ദാറ്റ് ഈസ് ഈക്വൽ എത്ര വരും? ദിസ് ഈസ് നത്തിങ് ബട്ട് 220 ഡിഗ്രി മൈനസ് 180 ഡിഗ്രി, ദാറ്റ് ഈസ് ഈക്വൽ ടു 40 ഡിഗ്രിയാണ്. യെസ്, എവിടെ നിന്ന് എങ്ങോട്ടാണ് മെഷർ ചെയ്യുന്നത്? നമ്മൾ സൗത്ത് നിന്ന് തുടങ്ങിയിട്ട് വെസ്റ്റിലേക്കാണ് മെഷർ ചെയ്യുന്നത് അല്ലേ? അതുകൊണ്ടാണ് എയറോ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദിസ് ഈസ് സൗത്ത് 40 ഡിഗ്രി, സൗത്ത് 40 ഡിഗ്രി, വെസ്റ്റ് ആണ്. സൗത്ത് 40 ഡിഗ്രി, വെസ്റ്റ് ആണ് അല്ലേ? സോ ഓപ്ഷൻസ് ഏതൊക്കെയാണ് ഉണ്ടാവുക? സൗത്ത് 40 ഡിഗ്രി വെസ്റ്റ്, ഓപ്ഷൻ സി. ഗുഡ്. 42 നോക്കിയേ. ദ സ്പീഡിയസ്റ്റ് മെത്തേഡ് ഓഫ് സർവേ. യെസ്, ഏതാണ്? പ്ലെയിൻ ടേബിൾ സർവേ ഇസ് ദ സ്പീഡിയസ്റ്റ് മെത്തേഡ്. ഓക്കെ അല്ലേ? ഡിഫോൾട്ട് വേറെ ഏതെങ്കിലും ഏറ്റവും സ്പീഡായിട്ട് ചെയ്യാൻ പറ്റുന്ന ലെസ് ആക്യുറേറ്റ് സർവേ ഏതാണ്? പ്ലെയിൻ ടേബിൾ സർവേ ആണ് ബാക്കിയുള്ളതിനേക്കാൾ. ഓക്കെ, അലിഡേഡ് ഈസ് യൂസ്ഡ് ഫോർ, അലിഡേഡ് നമ്മൾ പറഞ്ഞു എന്തിനാണ്? സൈറ്റിംഗ് ദ ഒബ്ജക്ട്. യെസ്, ഓപ്ഷൻ എ എന്താണ്? സൈറ്റിംഗ് ദ ഒബ്ജക്ട് ആൻഡ് ഡ്രോയിങ് ദ ലൈൻസ് ഓൺ ദ പ്ലെയിൻ ടേബിൾ. ഓക്കെ അല്ലേ? അതിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? അലിഡേഡ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ വർക്കിംഗ് എഡ്ജിനെ നമ്മൾ എന്ത് പറയും? അല്ലെങ്കിൽ ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള ആ എഡ്ജിനെ നമ്മൾ എന്ത് പറയും? ഫിഡൂഷ്യൽ എഡ്ജ് എന്ന് പറയാറുണ്ട്. യെസ്, നോക്കിയേ. ദ ബാക്ക് ബിയറിംഗ് ഓഫ് എ ലൈൻ ഈസ്, യെസ്, ബാക്ക് ബിയറിംഗ് ഓഫ് എ ലൈൻ എന്താവാം? നമുക്കറിയാം ഫോർ ബിയറിംഗ് മൈനസ് ബാക്ക് ബിയറിംഗ് ഈക്വൽ ടു 180 ഡിഗ്രിയാണ്. അല്ലെങ്കിൽ ബാക്ക് ബിയറിംഗ് മൈനസ് ഫോർ ബിയറിംഗ് ഈക്വൽ ടു എന്താണ്? 180 ഡിഗ്രിയാണ്. എങ്ങനെ വേണേ ആവാം. സോ ദർ ഷുഡ് ബി എ പ്ലസ് ഓർ മൈനസ് സൈൻ. യെസ്, ഇറ്റ് ക്യാൻ ബി ഫോർ ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് 180 ഡിഗ്രിയാണ്. പ്ലസ് ഓർ മൈനസ് വേണേ, മൈനസ് മാത്രമല്ല പ്ലസ് മാത്രമല്ല, പ്ലസ് ഓർ മൈനസ് വേണം. ഓപ്ഷൻ സി, ഇറ്റ് ക്യാൻ ബി പ്ലസ് ഓർ മൈനസ്. യെസ്, വെൻ ദ ടു ലൈൻസ് മീറ്റ് അറ്റ് എ പോയിന്റ് then the two angles are formed. Yes, തീർച്ചയായിട്ടും. The sum of these angles are എത്രയാണോ? 360 ഡിഗ്രി അല്ലേ? യെസ്, നിങ്ങൾ നോക്കിയ രണ്ട് ലൈൻസ് ആണ്, ലൈൻ എ ബി, ലൈൻ ബി സി. രണ്ട് ലൈൻസ് ആണ് എ ബി ആൻഡ് ബി സി മീറ്റിംഗ് അറ്റ് എ പോയിന്റ്. രണ്ട് ആംഗിൾ ഫോം ചെയ്യില്ലേ? ഇതാണ് ഒരു ആംഗിൾ, ദിസ് ഇസ് θ1. അടുത്ത ആംഗിൾ എത്രയാണ്? θ2. θ1 + θ2 എത്രയാണ്? 360 ഡിഗ്രി അല്ലേ? യെസ്. ഇൻ എ പ്രിസം സ്ക്വയർ, അല്ലെങ്കിൽ എന്തും പറയും? ഒപ്റ്റിക്കൽ സ്ക്വയർ എന്നും പറയും. യെസ്, വിച്ച് ഈസ് യൂസ് ടു ഫൈൻഡ് ഔട്ട്. എന്തിനാണ് ഉദ്ദേശം? എന്താണ്? നമ്മുടെ ക്രോസ് സ്റ്റാഫിൻ്റെ അതേ ഉദ്ദേശമാണ് അല്ലെ? ക്രോസ് സ്റ്റാഫ് നമുക്കറിയാം ചെയിനിങ്ങിൽ നമ്മൾ എന്തിനാണ്? ഓഫ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ടു സെറ്റ് ദ ഓഫ് സെറ്റ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ലൈൻസ്.
പെർപെൻഡിക്കുലർ ലൈൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് അല്ലേ ഓഫ്സെറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി. ഓഫ്സെറ്റ് എന്ന് വെച്ചാൽ 90 ഡിഗ്രി ലൈൻസ്. ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ അല്ലേ ഇത് ലൈൻ എ ബി ആണ്. ഈ ലൈൻ എ ബിക്ക് നമ്മളൊരു 90 ഡിഗ്രി ലൈൻ സെറ്റ് ചെയ്യാണ്. ഇതാണ് ലൈൻ. ദിസ് ഇസ് സി ഡി. ഇതിനാണ് നമ്മൾ എന്താ പറയുക ഓഫ്സെറ്റ് എന്ന് പറയാം. ഓക്കെ, ഇതാണ് 90 ഡിഗ്രി ലൈൻ. 90 ഡിഗ്രി ലൈൻ, യെസ്, പെർപെൻഡിക്കുലർ ലൈൻ അല്ലെങ്കിൽ 90 ഡിഗ്രി ലൈൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത്. യെസ്, പെർപെൻഡിക്കുലർ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത്. ഓപ്റ്റിക്കൽ സ്ക്വയർ ഓർ ക്രോസ് സ്റ്റാഫ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഓപ്റ്റിക്കൽ സ്ക്വയറിലെ മിററിന്റെ ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ഓപ്റ്റിക്കൽ സ്ക്വയർ ഇസ് എൻ ഇൻസ്ട്രുമെന്റ് വിച്ച് ഈസ് യൂസിങ് 2 ടൈപ്സ് ഓഫ് മിറർ. ഒന്ന് ഹൊറൈസൺ മിറർ ഉണ്ട്, ഒന്ന് എന്താണ് ഇൻഡക്ഷൻ മിറർ ഉണ്ട്. ഓക്കെ അല്ലേ? ആൻഡ് ഹാവിങ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രിയാണ്. ഹാവിങ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രിയാണ്. ഓക്കെ അല്ലേ? ദ മിറർ ആംഗിൾ ബിറ്റ്വീൻ the mirror angle in an optical square is 45 ഡിഗ്രിയാണ്. യെസ്, ഓക്കെ അല്ലേ? യെസ്, വെയിറ്റ്. Let's look at the question number 48. Question number 48. The diaphragm of a surveying telescope is held inside. Diaphragm എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, diaphragm എവിടെയാണ്? ടെലിസ്കോപ്പ് ട്യൂബ് at the midpoint അല്ല, ഐ പീസ് ഒബ്ജക്റ്റീവ് അല്ല. ടെലിസ്കോപ്പ് ട്യൂബ് at the end near to the ഐ പീസ് ആണ് അല്ലേ? നിയർ ടു ദ ഐ പീസ് ആണ്. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 49 നോക്കിയേ. ഇൻ എ റെസിപ്രോക്കൽ ലെവലിംഗ് ദ എറർ വിച്ച് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി എലിമിനേറ്റഡ് ആണ്. നിങ്ങൾ നോക്കിയേ, എന്താണ് റെസിപ്രോക്കൽ ലെവലിംഗ് ചെയ്യുന്നത് എപ്പോഴാണ്? വെൻ ദ 2 points ആർ വെരി ഫാർ ഫ്രം ഈച്ച് അതർ ആൻഡ് ദർ ഈസ് നോ ചോയ്സ് ഓഫ് പ്ലേസിംഗ് ദ ഇൻസ്ട്രുമെന്റ് ഇൻ ബിറ്റ്വീൻ ദീസ് 2 points. സോ നമുക്ക് ഒരു പുഴയ്ക്ക് അക്കരെ 2 പോയിന്റ് ഉണ്ട്. വി ആർ ഹാവിങ് 2 points എ ആൻഡ് ബി. എവിടെയാണ്? ഒരു പുഴയുടെ അങ്ങേയറ്റമാണ്, നല്ല വീതിയുള്ള പുഴയാണ്. ദാറ്റ് മീൻസ് പോയിന്റ് എ ആൻഡ് ബി ആർ വെരി ഫാർ ഫ്രം ഈച്ച് അതർ ആൻഡ് ദർ ഈസ് നോ വേ ഓഫ് പ്ലേസിംഗ് ഇൻസ്ട്രുമെന്റ് ഇൻ ബിറ്റ്വീൻ ദീസ് 2 points. അല്ലെ, നമുക്ക് വെള്ളത്തിൻ്റെ ഇടയിൽ ഇറങ്ങി ലെവലിംഗ് ഇൻസ്ട്രുമെന്റ് വെക്കാൻ പറ്റുമോ? വെക്കാൻ പറ്റില്ല. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു സെറ്റ് അപ്പ് ദ ഇൻസ്ട്രുമെന്റ് ഇൻ ബിറ്റ്വീൻ ദീസ് 2 points. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യുന്ന സർവേ ആണ് ഇത്. വി ഹാവ് ടു നോ ദ റെഡ്യൂസ് ലെവൽ ഓഫ് ഡിഫറെൻറ്റ് പോയിന്റ്സ്. ഇതിന് നമ്മൾ റെസിപ്രോക്കൽ ലെവലിംഗ് എന്ന് പറയും. അടുത്ത പോയിന്റ്, റെസിപ്രോക്കൽ ലെവലിംഗ് ചെയ്യുന്നതുകൊണ്ടുണ്ടാകുന്ന 3 നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ്? വി ക്യാൻ എലിമിനേറ്റ് റിഫ്രാക്ഷൻ എറർ. 2 കർവേച്ചർ എറർ ഡ്യൂ ടു എർത്ത് അല്ലെങ്കിൽ എർത്ത് കർവേച്ചർ എറർ. 3 ഇൻസ്ട്രുമെന്റൽ എറർ. ഈ 3 എറേഴ്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. എങ്ങനെ? റെസിപ്രോക്കൽ ലെവലിംഗ് ചെയ്യുന്നതിലൂടെ. ഇതിൽ കംപ്ലീറ്റ്ലി റിമൂവ് ആയിപ്പെടുന്ന എറേഴ്സ് ഏതൊക്കെയാണ്? 2 and 3 ആണ്. 2 and 3 ആർ കംപ്ലീറ്റ്ലി റിമൂവ്ഡ് ആണ് ബൈ ഡൂയിങ് റെസിപ്രോക്കൽ ലെവലിംഗ്. ബട്ട് ദ റിഫ്രാക്ഷൻ എറർ ഈസ് പാർഷ്യലി റിമൂവ്ഡ് ആണ്. ഓക്കെ അല്ലേ? സോ നോട്ടാക്കി എഴുതുക. 3 എറേഴ്സ് ക്യാൻ ബി കറക്റ്റഡ് അല്ലെങ്കിൽ നെഗ്ലക്ട് അല്ലെങ്കിൽ അവോയ്ഡഡ് യൂസിങ് റെസിപ്രോക്കൽ ലെവലിംഗ്. ദാറ്റ് ഈസ് റിഫ്രാക്ഷൻ, കർവേച്ചർ ആൻഡ് ഇൻസ്ട്രുമെന്റൽ എറർ. ഇതിലെ കർവേച്ചർ ആൻഡ് ഇൻസ്ട്രുമെന്റൽ എറർ ആർ കംപ്ലീറ്റ്ലി റിമൂവ്ഡ് ബട്ട് പാർഷ്യൽ റിമൂവൽ takes place in refraction error. Okay അല്ലേ? So answer to this question will be refraction ആയിരിക്കും. In reciprocal leveling the error which is not completely eliminated ഏതാണ്? reciprocal level ആണ്. ബാക്കി എന്താണ്? completely removed ആണ്. Yes. Next question നോക്കിയേ. The technique of plotting all the accessible station with a single setup of plane table that is termed as radiation method ആണ്. അല്ലേ? radiation method പ്രിഫർ ചെയ്യുന്ന എപ്പോൾ തന്നെയാണ്? നമുക്കൊരു സിംഗിൾ സ്റ്റേഷനിൽ നിന്നും സർവേ ചെയ്യപ്പെടേണ്ട എല്ലാ പോയിന്റും കാണണം. ഓക്കെ അല്ലേ? സോ നിങ്ങളെ സർവേ സ്റ്റേഷൻ ലെറ്റ്സ് ഇതാണ് പി എന്ന് പറയുന്ന പോയിന്റ്. ഇവിടെ നിങ്ങൾ പ്ലെയിൻ ടേബിൾ വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? യുവർ പ്ലേസ് ഇതാണ് നിങ്ങൾ പി എന്ന് പറയുന്ന പോയിന്റ് ആൻഡ് യു ഹാവ് പ്ലേസ് ദ പ്ലെയിൻ ടേബിൾ ഓവർ ദിസ് പോയിന്റ്. നമ്മുടെ എ പോയിന്റ് ഇവിടെയാണ്. ദിസ് ഈസ് പോയിന്റ് എ, ദിസ് ഈസ് സം അതർ പോയിന്റ് ബി, ദിസ് ഈസ് പോയിന്റ് സി, ദിസ് ഈസ് പോയിന്റ് ഡി. ഓക്കെ അല്ലേ? സോ നിങ്ങൾക്ക് ഈ പി എന്ന് പറയുന്ന സ്റ്റേഷനിൽ നിന്ന് എ ബി സി ഡി കാണാൻ പറ്റും. സോ നിങ്ങൾ എന്ത് ചെയ്യും? പിയിൽ നിന്നും എയിലേക്ക് ഒരു റേഡിയൽ ലൈൻ, ബിയിലേക്ക് റേഡിയൽ ലൈൻ, സിയിലേക്ക് റേഡിയൽ ലൈൻ, ഡിയിലേക്ക് റേഡിയൽ ലൈൻ. So from a single station you are drawing number of radial lines to the station which are visible from a single station. ആ മെത്തേഡ് നമ്മൾ എന്ത് പറയും? റേഡിയേഷൻ മെത്തേഡ് എന്ന് പറയും. Is that okay? Yes, that is the end of the section. നമ്മൾ ഇപ്പോൾ ചെയ്തത് ഓവർസിയറിൽ വളരെ അധികം കണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള എക്സാമുകളിൽ കൂടുതലായിട്ടും വരാൻ ചാൻസ് ഉള്ള, എന്നും എപ്പോഴും വരാൻ ചാൻസ് ഉള്ള 50 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഫ്രം സർവേ. ഓക്കെ അല്ലേ? സോ നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് തന്നെയാണ്?
ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങളുടെ ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കയ്യിലാക്കുക. ഓക്കെ അല്ലേ? ഐ ഹോപ്പ് ദിസ് സെഷൻ ഈസ് ഹെൽപ്ഫുൾ. വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് സെഷൻ. താങ്ക് യു.